Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 7th July 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. കുറേ നാളല്ലേ ഒരു ദിവസം നമ്മൾ കണ്ടില്ല, പിന്നെ നമ്മൾ കണ്ടായിരുന്നല്ലേ. അപ്പോൾ വെൽക്കം എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ എഡിറ്റോറിയൽ സെഷൻ. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഓക്കെ ആയി വരുന്നു കേട്ടോ. ഓക്കെ വരുന്നു, കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓക്കെ വരുന്നു. താങ്ക് യു സോ മച്ച് പീപ്പിൾ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഡെയിലി എഡിറ്റോറിയൽ സെഷൻ. 8:30 സെഷനാണ്, പക്ഷേ എനിക്കിപ്പോൾ എന്താ പറയുക, ഭയങ്കര തലവേദനയൊക്കെയാണ്, അതുകൊണ്ട് പയ്യെ സ്ലോ ആയിട്ടാണ് ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ടാണ് ഇത്തിരി വൈകിയ കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് എഫേർട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്: സ്റ്റഡി ഹാർഡ്, പ്ലേ ഹാർഡ് ആൻഡ് ബി സ്മാർട്ട്. നന്നായി പഠിക്കണം, കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക, കഷ്ടപ്പെട്ട് തന്നെ കളിക്കുക, എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ബട്ട് ബി സ്മാർട്ട്, അത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഇച്ചിരി ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് എല്ലായ്പ്പോഴും. അതിപ്പോൾ ഏത് ലൈഫിലാണെങ്കിലും ശ്രദ്ധിക്കുക, പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ആസ് എ സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും റിമെമ്പർ ടു ബി സ്മാർട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ കേരള PSC ക്ലാസ്സുകൾ, SSC ക്ലാസ്സുകൾ, ESICയുടെ ക്ലാസ്സുകൾ, അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ, സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർസ്, അതുപോലെ തന്നെ ഡെയിലി ക്വിസസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു ആപ്പും ഉണ്ട്. നമ്മുടെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക ആൻഡ് സൈൻ ഇൻ ചെയ്യുക. ആപ്പിൽ ഡെയിലി ക്വിസസ് ഇട്ടും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലാരും മറക്കണം. നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്, ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ. ഒന്ന് നമ്മുടെ KPSC ഷോർട്ട് സെലക്ഷൻ, ആദ്യമേ നമ്മൾ തുടങ്ങിയ ഒരു ചാനൽ. ഇപ്പം നമ്മളൊരു പുതിയ ചാനലോട് തുടങ്ങിയിട്ടുണ്ട്, സെൻട്രൽ എക്സാംസിന് വേണ്ടി സ്പെഷ്യലായിട്ട്. ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ചാനലിൻ്റെ പേര് Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്നാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ക്ലാസ്സുകളുടെ ഡെയിലി PDF നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഡെയിലി ക്വിസസ് ഉണ്ട്. അതുപോലെ ന്യൂസ്, സ്പെഷ്യൽ ന്യൂസൊക്കെ വന്നാൽ ന്യൂസസ് ഓഫ് ദ ഡേ നമ്മൾ തരും. അതുപോലെ തന്നെ നമ്മുടെ കോട്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക്, വേർഡ് ഫോർ ദ ഡേ, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കിട്ടും. ഇതാണ് കേട്ടോ ചാനലിൻ്റെ ടെലിഗ്രാം. ഞാൻ ഇന്ന് മാറി തന്നതുകൊണ്ടാണ് ടെലിഗ്രാം ചാനലിൻ്റെ ID കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ സെഷൻ ഇന്ന് ഇപ്പോൾ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് 7-ാം തീയതിയാണ്. ഇന്ന് ജൂലൈ 7 എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ അതിലെ വൊക്കാബുലറി, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റീഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് എബിലിറ്റി, അപ്പോൾ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സെഷൻ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ UPSC പഠിക്കുന്നവർക്കാണെങ്കിലും കേരള PSC, SSC, ESIC, ബാങ്കിങ് എക്സാമിന് പഠിക്കുന്നവർക്കാണെങ്കിലും ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഡെയിലി 2 ആർട്ടിക്കിളാണ് ഉള്ളത്. അതിൽ ഇന്നത്തെ 2 ആർട്ടിക്കിൾ, ഒരു ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ക്രിക്കറ്റിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് സീരീസിനെ പറ്റി, ഇംഗ്ലണ്ടിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ആർട്ടിക്കിളുണ്ട്. ആൻഡ് വേറൊരു ആർട്ടിക്കിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. അത് നമുക്ക് എന്താ പറയുക, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ പറയില്ലേ, അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഹെയ്റ്റ് സ്പീച്ചിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. ഇന്ന് നമ്മളതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹായ് നിധി, ഹായ് ശ്രീദേവി, എല്ലാവർക്കും നമസ്കാരം. ശങ്കർ, അതുപോലെ ഷമ്മാസെ, ചിപ്പി, ഷൈനി, എല്ലാവർക്കും. രമ്യല്ലേ? യെസ്. അഭിനയ, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. എല്ലാവർക്കും സുഖം, ആരും ഞാൻ വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഹെയ്റ്റ് സ്പീച്ചിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അതും നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ പറ്റിയും ഉള്ളൊരു ആർട്ടിക്കിളാണ്. ലെറ്റ്സ് ഗിവ് ടു റീഡ്. നമുക്ക് വായിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് അതിലോട്ട് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ ഫസ്റ്റ് ഇഡിയം ഓഫ് ദ ഡേ ഇതാണ്, ഓൺ ദ സെയിം ലൈൻ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, ഓൺ ദ സെയിം ലൈൻ എന്ന് പറയുന്ന പോലെ ഓൺ ദ സെയിം പേജ് എന്ന് പറയും അല്ലേ. രണ്ടുപേരും സെയിം ആണ്, സിമിലർ ആണെന്ന് അർത്ഥം. അതുപോലെ ഓൺ ദ സെയിം ലൈൻ എന്ന് പറഞ്ഞാലും സിമിലർ ആണ് എന്നാണ് അർത്ഥം. ഓൺ ദ സെയിം ലൈൻ ഓർത്തിച്ചോളൂ കേട്ടോ. അടുത്തത് ബ്രിങ് ടു ബുക്ക്. നിങ്ങൾ കേട്ട് പരിചയമുള്ള ഇഡിയമാണെന്ന് തോന്നുന്നു. ബ്രിങ് ടു ബുക്ക് അത് വളരെ ഫേമസ് ആയിട്ടുള്ള എന്ന് പറയുന്നത് കാരണം റിപ്പീറ്റഡ്ലി എക്സാമിന് വരുന്ന ഒരു ഇഡിയമാണ്. ബ്രിങ് ടു ബുക്ക്. ബ്രിങ് ടു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ് സമ്മൺ ഫോർ ആൻ ഒഫൻസ്. പണിഷ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഒരാളെ നമ്മൾ പണിഷ് ചെയ്യുക, റിപ്രിമാൻഡ് ചെയ്യുക, പണിഷ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ പറയുക ഈ പറയുന്ന ബ്രിങ് ടു ബുക്ക് എന്ന് പറയാം. മറക്കണ്ട കേട്ടോ. ബ്രിങ് ടു ബുക്ക് എന്ന് പറഞ്ഞാൽ പണിഷ് സമ്മൺ അല്ലെങ്കിൽ റിപ്രിമാൻഡ് സമ്മൺ എന്നാണ്. അടുത്ത സ്റ്റെപ്പ് ഇൻ ചെയ്യുക.
സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റെപ്പ് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞാൽ, സ്റ്റെപ്പ് അപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മുന്നോട്ട് വരിക എന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ അർത്ഥമുണ്ട്. ഇന്നലെ പഠിച്ച ഇന്നലെ മിനിഞ്ഞാന്ന് പഠിച്ചാണ്. സ്റ്റെപ്പ് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ്റർവീൻ ചെയ്യുക, ഒരു കാര്യത്തിൽ ഇടപെടുകയാണ്, ഒരാൾ അതിൽ കയറി ഇടപെടുന്നതിനാണ്, ഇൻ്റർവീൻ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്ന് പറയാം. ഓർത്ത് വെച്ചോ കേട്ടോ, സ്റ്റെപ്പ് ഇൻ, ഇൻ്റർവീൻ എന്നാണ് അർത്ഥം. അടുത്തത് സ്റ്റെപ്പ് അസൈഡ്. സ്റ്റെപ്പ് അസൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. വിഡ്രോ ചെയ്യുക, പിന്മാറുക, അതാണ്. റിസൈൻ ചെയ്യുക, പിന്മാറുക, സ്റ്റെപ്പ് അസൈഡ്, അതാണ് കേട്ടോ. മാറി നിൽക്കുകയാണ് ഒരു കാലത്ത് നിന്ന്. വിഡ്രോ ചെയ്യുക, റിസൈൻ ചെയ്യുക എന്നാണ് സ്റ്റെപ്പ് അസൈഡിൻ്റെ മീനിങ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് ഇത് രണ്ടും ഫ്രേസൽ വേർബായിരുന്നു, സ്റ്റെപ്പിനും സ്റ്റെപ്പ് അസൈഡും. അടുത്തത് വീണ്ടും ഇഡിയമാണ്, ഹോൾഡ് ദ റെയിൻസ്. റെയിനിൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ, ലിമിറ്റ് എന്നാണ്. ഓർമ്മയുണ്ടോ റെയിനിൻ നമ്മൾ പഠിച്ചത്? അത് ഫ്രേസൽ വേർബാണ്. റെയിനിൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഹോൾഡ് ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ ബി ഇൻ കൺട്രോൾ എന്നാണ്. ബി ഇൻ കൺട്രോൾ, അതാണ് ഹോൾഡ് ദ റെയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ ഫ്രേസൽ, ഇറ്റ്സ് എൻ ഇഡിയം, ഹോൾഡ് ദ റെയിൻസ് കേട്ടോ. അപ്പോൾ ബ്രിങ് ടു ബുക്ക്, ഓൺ ദ സെയിം ലൈൻ, ഹോൾഡ് ദ റെയിൻസ്, ഇത് മൂന്നും ഇഡിയംസ് ആണ്. ബാക്കി രണ്ടെണ്ണം ഫ്രേസൽ വേർബ്. റെയിനിനും ഫ്രേസൽ വേർബ് ആട്ടോ, കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഓർത്ത് നോക്കുക, ഹോൾഡ് ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ ബി ഇൻ കൺട്രോൾ എന്നാണ്, കൺട്രോളിലാവുക. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇഡിയംസ്. യു ഷുഡിൻ സ്റ്റെപ്പ് ഇൻ ടു ദോസ് മാറ്റേഴ്സ്. ഇൻ ടു അല്ലെങ്കിൽ ഇൻ, കറക്റ്റാണ്. യെസ്, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട അല്ലേ? ഗ്രേറ്റ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇതാണ്. രഞ്ജു ഗുഡ് മോർണിംഗ്. രഞ്ജുവിനെ ഞാൻ വിട്ടുപോയായിരുന്നു അല്ലേ? നിമ്മി ഗുഡ് മോർണിംഗ്. യെസ്, ദിതി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റ് വേർഡ്സിലോട്ട് പോയാലോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വേർഡ്സ് കേട്ടോ, ഫ്രേസസ് കേട്ടോ. മറ്റ് വേർഡ്സിലോട്ട് നമുക്ക് പോവാം. മൂവിങ് ഓൺ ടു അവർ വേർഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ മൺസൂൺ ഓഫർ ഉണ്ട്, നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും. കോഡ് പറഞ്ഞിട്ടില്ലല്ലോ, Y314 ആണ് എൻ്റെ കോഡ്. അപ്പോൾ നമ്മുടെ യജ്ഞ 3.0 എന്ന് പറഞ്ഞൊരു ബാച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഒരുപാട് ബാങ്കിങ് സെക്ടറിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഇനി തിരിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് IBPS ക്ലർക്ക്. ക്ലർക്കിന് ഈ IBPS ക്ലർക്കിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ, ഇത്തവണ കേരളത്തിൽ ഒരുപാട് പോസ്റ്റിംഗ് വരും. നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IOB ഇല്ലേ, അതുപോലെ കാനറ ബാങ്ക്, അങ്ങനെ ഒരുപാട് ഇതിലോട്ട് ക്ലറിക്കൽ പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാങ്കിന് IBPS ക്ലർക്കിൻ്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ, ഇത്തവണ കേരളത്തിൽ ഒരുപാട് റിട്ടയർമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആണ്, ഓർക്കുക. എന്നാൽ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഇപ്പോൾ ഉണ്ട്, അവൈലബിൾ ആണ്. സെപ്റ്റംബർ മന്താണ് എക്സാം വരിക, പ്രിലിംസ് വരിക. അപ്പോൾ പ്രിലിംസിന് വേണ്ടി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, യജ്ഞ 3.0. നമ്മുടെ ക്ലാസ്സിൽ 120 hours നമ്മൾ കൊടുക്കുക. ഇതിൽ ഇംഗ്ലീഷും, പ്രിലിംസിൽ ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും ഉള്ളൂ. റിജിൻ സാർ ഇല്ല കേട്ടോ, നമ്മൾ ജനറൽ അവയർനെസ് ഇല്ല, പ്രിലിംസിന് വേണ്ടി മാത്രമുള്ള ബാച്ചാണ്. ഇതിന് നിങ്ങൾക്ക് 3000 സംതിങ് അവിടെ കാണാൻ പറ്റും, 3200 സംതിങ് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ കോഴ്സിൽ നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കുക, ഫാക്കൽറ്റി കോഡ് Y314 കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 2920 രൂപയ്ക്ക് കിട്ടും. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നമ്മുടെ കോഴ്സ് കിട്ടും. പിന്നെ കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാണ് 2900 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സ്. നല്ല കോഴ്സാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ടെസ്റ്റ് സീരീസ് അവൈലബിൾ കേട്ടോ. IBPS ക്ലർക്കിൻ്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. 299 ആണ് എമൗണ്ട്. പക്ഷേ നിങ്ങൾ കോഡ് അടിച്ചു കൊടുത്താൽ അതിലും എമൗണ്ട് കുറയും, 240 or സംതിങ് അതിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്, 259 ആണ്. കോഡ് അടിച്ചു കൊടുത്താൽ അതിലും എമൗണ്ട് കുറയും. അപ്പോൾ ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, നിങ്ങളുടെ ആക്യുറസി സ്പീഡ് കൂടാൻ എപ്പോഴും നല്ല ടെസ്റ്റ് സീരീസാണ്, ഓൺലൈൻ ടെസ്റ്റ് സീരീസാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഈ പറയുന്ന ടെസ്റ്റ് സീരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വേണ്ട, പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. നമ്മുടെ ആപ്പിൽ പോവുക, ടെസ്റ്റ് സീരീസ് ഒന്ന് നോക്കുക കേട്ടോ. ടെസ്റ്റ് സീരീസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മറ്റ് വേർഡ്സിലോട്ട് പോയാലോ? വേർഡ്സ്. സോ ഓർത്ത് വെച്ചോ, ഈ വേർഡ് ഓർമ്മയുണ്ടോ? ഇൻറ്റൻറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, INTND വേർബും INTNT നൗണുമാണെന്ന് പറഞ്ഞു. ഇൻറ്റൻറ്റ്, വാട്ട്സ് യുവർ ഇൻറ്റൻറ്റ്, വാട്ട്സ് യുവർ പ്ലാൻ അല്ല. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം, മീനിങ് ഇതൊക്കെ തന്നെ. പക്ഷെ നൗൺ ഫോമുലേഷനാണ് T വരുമ്പോഴും, ആൻഡ് D വരുമ്പോൾ വേർബ് ഫോമുലേഷനുമാണ്. ഡിഫറൻസ് അത്രേ ഉള്ളൂ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇൻറ്റൻറ്റിലെ T എന്ന് പറയുന്നത് നൗണും ഇൻറ്റൻറ്റിലെ D എന്ന് പറഞ്ഞാൽ വേർബുമാണ്. അപ്പോൾ ഇന്ന് ഇൻറ്റൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻറ്റൻറ്റ് മീൻസ് പ്ലാൻ അല്ലെങ്കിൽ മീൻ, ഉദ്ദേശം അല്ലെ, ഉദ്ദേശിക്കുക. ഐ ഡിഡ്ന്റ് ഇന്റെൻഡ് ടു എന്നൊക്കെ പറയില്ലേ, അത്. പിന്നെ എയിം ഓർ പ്രപ്പോസ്, അതാണ് അർത്ഥം.
അതാണ് ഇൻറ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഡി ആട്ടോ ഇൻറ്റൻറ്റ്. ഡി എന്ന് പറഞ്ഞാൽ വേർബ്, ടി എന്ന് പറഞ്ഞാൽ നൗൺ. ഡിഫറൻസ് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓൾ റൈറ്റ്. യെസ്, ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ്. ത്രോട്ട് ഇൻഫെക്ഷൻ ഇല്ല, പക്ഷേ ഭയങ്കര വീക്കാണ്, ബോഡി ഭയങ്കര വീക്കാണ്, തലയ്ക്ക് ഭയങ്കര വേദനയാണ് നിമ്മി. അപ്പോൾ അതുകൊണ്ട് കുറവുണ്ട്, നേരത്തെ വെച്ചപ്പോൾ നല്ല കുറവുണ്ട്. ഇന്നലെയാണ് തല പൊക്കാൻ പറ്റില്ലായിരുന്നു, ഇന്നലെ ഫുള്ളി ബെഡ് റിഡൻ ആയിരുന്നു. അങ്ങനെയായിരുന്നു അവസ്ഥ. വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ടെലിഗ്രാമിലെ മെസ്സേജസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തേ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. കംപ്ലീറ്റ്ലി സ്ട്രെയിനാണ്. ത്രോട്ട് പെയിനോ അതുപോലെ തന്നെ കോൾഡ് ഒന്നുമില്ല, വൈറൽ ഫീവർ അല്ല, അപ്പോൾ ആ സംഭവം ഒന്നുമില്ല, ടെമ്പറേച്ചർ പോലും ഇല്ല. ഐ എം ഓൾ റൈറ്റ് എന്ന് തോന്നും. എല്ലാവരും എന്ന് പറയുമ്പോൾ നിൻ്റെ അഭിനയം എന്നൊക്കെ എന്നോട് വീട്ടിലുള്ളവർ പറഞ്ഞു. സോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ബോഡി ഭയങ്കര പെയിനാണ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക്. സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. ഗുഡ് മോർണിംഗ് റെഡ് പ്രിൻസ്. ഓക്കെ, 21st ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. നന്ദന പറഞ്ഞ പോലെ IBPS ക്ലർക്കിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 21st ജൂലൈ ആട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യണം കേട്ടോ. യെസ്. വിനു ഹായ്. ഇപ്പോൾ കുഴപ്പമില്ല, സുഖം. എന്നാലും എഡിറ്റോറിയൽ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട്. അതെ, ഇപ്പോൾ 70 വേക്കൻസിയാണ് നമ്മളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് വേക്കൻസി കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത്തവണ കേരളത്തിൽ കേട്ടോ. യെസ്. ആഫ്റ്റർ ദ ബൈലാറ്ററൽ പീസ് ടോക്സ് ചൈന ഹാഡ് സ്റ്റെപ്ഡ് അസൈഡ് ഫ്രം ഇന്ത്യസ് ബോർഡർ. ഗ്രേറ്റ്. അനഘ ഗുഡ് മോർണിംഗ്. Please bring Ramu to book because he walked in public. That's great. രാമുവിൻ്റെ 6 ക്യാപിറ്റൽ ആയിരിക്കണം. നെയിം അല്ലേ, ഓർക്കണം കേട്ടോ ചിപ്പി. വയ്യാന്നല്ലേ, വയ്യാതെ. സോനൽ ഗുഡ് മോർണിംഗ്. യെസ്. റെസ്റ്റ് എടുക്കും. എഡിറ്റോറിയൽ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഫുള്ളി റെസ്റ്റ് ആയിരിക്കും ഇന്ന്. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഫാനാണ്. വേർബ് അറിയാലോ. നൗൺ ഫാൻ നമുക്കറിയാം, നമ്മുടെയൊക്കെ തലയ്ക്ക് ചുറ്റും കറങ്ങുന്ന ഫാൻ. ആ ഫാന്. പിന്നെ വേറൊരു ഫാനുണ്ട്, നമ്മുടെ ഇന്ന ഫാൻ എന്ന് പറയില്ലേ, മോഹൻലാലിൻ്റെ ഫാന്, അല്ലെ ഫാൻസ് അസോസിയേഷൻ അല്ലേ, അല്ലെ മമ്മൂട്ടിയുടെ ഫാൻസ്. ഇന്നിപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാവും. അതൊരു ഫാന്. പക്ഷെ വേർബും ഫാനുണ്ട്. ഫാൻ ചെയ്യുക മീൻസ് എന്താ പറയുക, നമ്മൾ സ്റ്റിറപ്പ് ചെയ്യുക എന്ന് പറയില്ലേ, പ്രൊവോക്ക് ചെയ്യുക എന്ന് പറയും. പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൈറ്റ് ചെയ്യുക എന്നർത്ഥമുണ്ട്. അല്ലാതെ ഫാനിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ കൂൾ ചെയ്യുക, എയറേറ്റ് ചെയ്യുക എന്നർത്ഥമുണ്ട് കേട്ടോ. നോർമലി നമ്മുടെ ഫാനിൻ്റെ അർത്ഥമില്ലേ, ആ അർത്ഥം. ഫാൻ ഇടുന്ന എന്തിനാ, തണുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്ലാതെ ഫാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു അരിത്തിന് സിറപ്പ് ചെയ്യാണ്, ഇളക്കി കൊടുക്കണം, പ്രൊവോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക ഓർ ഇൻസൈറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതാണ് ഫാൻ എന്ന വാക്ക്, വേർബിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വേർഡ് ഇസ് ഇമ്പെററ്റീവ്. നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഇമ്പെററ്റീവ്. നൗണും ആണ്, അഡ്ജക്റ്റീവ് ആണ്. ഇമ്പെററ്റീവ് മീൻസ് നീഡ്, അത്യാവശ്യമായ ഒരു കാര്യം, എസെൻഷ്യൽ തിങ് ആണ്, ഏർജൻറ്റ് തിങ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയുക ഇമ്പെററ്റീവ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് ആൻ ഇമ്പെററ്റീവ് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് ഉപയോഗിക്കും. എസെൻഷ്യൽ തിങ് ഓർ ഏർജൻറ്റ് തിങ് എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ ഇമ്പെററ്റീവിൻ്റെ അർത്ഥം ക്രൂഷ്യലാണ്, വൈറ്റലി ഇമ്പോർട്ടൻ്റ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ക്രൂഷ്യലാണ് എന്നൊക്കെ നമുക്ക് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലും പറയാം. പിന്നെ ബേർജൻ നമ്മൾ ഒരുപാട് ഇപ്പോൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ബേർജൻ മീൻസ് ഇൻക്രീസ് റാപ്പിഡ്ലി, വളരെ റാപ്പിഡായിട്ട് ഇൻക്രീസ്. അതിനെയാണ് നമ്മൾ ബേർജൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അല്ലെങ്കിൽ മഷ്റൂം ചെയ്യാന്ന് പറയില്ലേ, കൂണ് പോലെ ആകുക എന്നൊക്കെ പറയുമ്പോൾ മഷ്റൂം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പോലെ തന്നെ റാപ്പിഡ് ഇൻക്രീസിനെയാണ് മഷ്റൂം ചെയ്യുക. മഷ്റൂം വേർബ് കേട്ടോ, മഷ്റൂം എന്നൊരർത്ഥം ഉണ്ട്. ഇതൊക്കെ ഓർത്ത് വെച്ചു, വാക്കുകളൊക്കെ ഓർത്ത്. മഷ്റൂം ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് റാപ്പിഡ്ലി, ബേർജൻ അത് തന്നെയാണ്, ഫ്ലറിഷ് ചെയ്യുക. അതൊക്കെ. അടുത്ത വാക്ക് ഇസ് അഡിച്ച്. അഡിച്ച് നിങ്ങൾ കേട്ട് പരിചയമുണ്ടായിരിക്കും. അഡിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോവേർബ്, ഒരു പ്രോവേർബ് എന്നർത്ഥം. അല്ലെങ്കിൽ സെയിങ്, നമ്മുടെ പറച്ചിൽ അല്ലേ, ചൊല്ല് എന്ന് പറയില്ല അത്. അല്ലെങ്കിൽ മാക്സിം, സെയിം മീനിങ് ആണ്. പ്രോവേർബ്, സെയിങ് അല്ലെങ്കിൽ അഡിച്ച് എന്ന് നമ്മൾ പറയും. അതാണ് ഈ പറയുന്ന അഡിച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളാം. യെസ്. മൈ ഇൻറ്റൻഷൻ ഈസ് ടു അച്ചീവ് എ ജോബ് ഇൻ ഗവൺമെൻറ് സെക്ടർ. ദാറ്റ്സ് ഗ്രേറ്റ്. ഈ ഇൻറ്റൻഷൻ തന്നെയാണ് ഇൻറ്റൻറ്റിൻ്റെ അർത്ഥം കേട്ടോ. ഇൻറ്റൻറ്റിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇൻറ്റൻഷൻ തന്നെയാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മൈ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, പക്ഷേ ടി ആയിരിക്കണം, ഡി ആവരുത്. ഇൻറ്റൻഷൻ ഇതാണ്, ഇതിൻ്റെ അതേ അർത്ഥമാണ് ഇൻറ്റൻറ്റ്. ടി വന്നാൽ മതി, നൗണായി കേട്ടോ. യെസ്. ഓൾ റൈറ്റ്. ഷീ intended for a trip in order to get rid of her mental trauma. That's great. Fatima, hi. Yes, great sentence. Sentence adhigam okay. Sheri Abhinay, thank you so much. Getting to a job after graduation is imperative for all youngsters. All youngster alla, all youngsters കേട്ടോ. ഓൾ എന്ന് പറയുന്നതിന് ശേഷം കൗണ്ടബിൾ നൗൺ ഉപയോഗിക്കുന്നെങ്കിൽ പ്ലൂറൽ ഉപയോഗിക്കണം കേട്ടോ. ഓൾ യങ്സ്റ്റേഴ്സ് എന്ന് കൊടുക്കണം കേട്ടോ ഫാത്തിമ. ഇല്ലെങ്കിൽ അത് ഗ്രാമർ മിസ്റ്റേക്കാണ്. ഓളിന് ശേഷം കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ ഇട്ട് കൊടുക്കുക എപ്പോഴും. ഓക്കെ, യെസ് ഗ്രേറ്റ്. നിമ്മി, താങ്ക് യു. കൊള്ളാം. ദ ഒഫീഷ്യൽസ് ഇൻറ്റൻറ്റ്, ഒഫീഷ്യൽസിൻ്റെ ഷമാസെ ഒഫീഷ്യലിൻ്റെ ഇൻറ്റൻറ്റ് അല്ലേ, ആ ഇൻറ്റൻറ്റിൻ്റെ ടി ആയിരിക്കണം. നീ ഇപ്പോൾ 2 മിസ്റ്റേക്ക് വരുത്തി. ഒഫീഷ്യലിൻ്റെ അപ്പസ്ട്രോഫി എസ് കൊടുക്കണം, ഒഫീഷ്യൽസ്, അത് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇൻറ്റൻറ്റ് ടി, അതാണ് നൗണ്. നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന നൗണാണ്.
ദാറ്റ്സ് റോങ്. ഇവിടെ വേർബ് നീ ഉദ്ദേശിച്ച സെൻറ്റൻസിൽ ടി ആ വേണ്ട. ഇൻറ്റൻറ്റ്, ഒഫീഷ്യലിൻ്റെ ഇൻറ്റൻറ്റ് വാസ് ടു ഷോർട്ട് ബിലോ അല്ല, ഷൂട്ട്. ഷോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ടു ഇൻഫിനിറ്റീവിൽ ഇട്ട് കൊടുക്കല്ലേ. ടൂവിൻ്റെ കൂടെ ടു ഇൻഫിനിറ്റീവിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? എന്താ ടു ഇൻഫിനിറ്റീവിൽ നമ്മൾ ടൂവിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ട V1 ആണ് കേട്ടോ. ഓർത്തോണം, V1 V2 ഉപയോഗിക്കല്ലേ. അതാണ് ടു ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്ന സാധനം ടു ഇൻഫിനിറ്റീവ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് ഇറ്റ്. ദ ഒഫീഷ്യൽസ് ഇൻറ്റൻറ്റ് ടി വാസ് ടു ഷൂട്ട് കേട്ടോ, ഷൂട്ട് ബിലോ ദ നീസ്. ചെമാസെ ശ്രദ്ധിക്കണേ. ഓക്കെ, യെസ്. ബ്രിങ് ടു ബാക്ക് പസൻസ് വരുമ്പോൾ ബ്രോട്ട് ടു ബാക്ക്. ബ്രിങ് ബാക്ക് ടു ബ്രിങ്ങിൻ്റെ പാസൻസ് ബ്രോട്ട്. പാസൻസ് ബ്രോട്ട് തന്നെ കേട്ടോ, ബ്രോട്ട്. രമ്യല്ലേ? രമ്യ എന്നല്ലേ പേര്? രമ്യ തന്നെയല്ലായിരുന്നോ? പേര് ഞാൻ മറന്നു. രമ്യ എന്നാന്ന് തോന്നുന്നു. ഇല്ല രമ്യ? യെസ്. My grandma used to tell at least one adage in a day. That's great. Slow and steady wins the race is my favorite adage. Yes. പയ്യെ തിന്ന പനയും തിന്ന. Yes. He fanned the situation furthermore. That's great sentence. That's great. അടുത്ത വേർഡ്സിലോട്ട് പോവാണേ. അടുത്ത വേർഡ്സ് അലജഡ്ലി. അലജഡ്ലി നമ്മൾ ഒരുപാട് തവണ വായിച്ച് റിപ്പീറ്റഡ്ലി കേൾക്കണ വാക്കാണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്നാ വെച്ചാൽ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അഡ്വേർബാണ്. അലജി എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. റിപ്പോർട്ടഡ്ലി അല്ലെങ്കിൽ അഡ്വേർബാണ്. LY വാക്കുകളുണ്ടല്ലേ. നൗൺ അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? അഡ്വേർബ് കിട്ടി കേട്ടോ. അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ. അപ്പോൾ നോക്കിയേ, റിപ്പോർട്ടഡ്ലി, സപ്പോസഡ്ലി, പെർപ്പറ്റഡ്ലി എന്നൊക്കെയാണ് എന്തിൻ്റെ അർത്ഥം? ഈ അലജഡ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരുപാട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്ത റിറ്റാലിയേഷൻ. അത് നമ്മൾ കേട്ട് പരിചയമുണ്ട്. റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ റിവെഞ്ച് ആണ്, പ്രതികാരം, വെഞ്ചൻസ് അല്ലെ റിപ്രൈസൽ. അതാണ് റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ വേർബ് എന്താ? റിറ്റാലിയേറ്റ് ആണ് വേർബ് കേട്ടോ. അടുത്തത് ഡസ്റ്റഡ്ലി ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നാളെ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഡസ്റ്റഡ് എന്ന് പറയുന്നത് നൗണാണ് അല്ലേ. വളരെ ഈവിൾ പേഴ്സൺ, വളരെ ഉപദ്രവം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഡസ്റ്റഡ് എന്ന് വിളിക്കുക. ഡസ്റ്റഡ്ലി നൗണിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടി നിങ്ങൾക്ക്? അഡ്ജക്റ്റീവ് കിട്ടി. ഓർത്ത് വെച്ചോളെ, ഞാൻ ഇപ്പോഴും പറയാനുള്ള നൗണിൻ്റെ കൂടെ LY ഇട്ട് അഡ്ജക്റ്റീവ് കിട്ടി. അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടി കേട്ടോ. ഓർത്ത് വെച്ചോണം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഹോംലി. ഹോം എന്ന് പറയുന്ന നൗൺ ആയിട്ട് ഉപയോഗിക്കും. അതിൻ്റെ കൂടെ LY ഇട്ടാൽ ഇത് അഡ്ജക്റ്റീവാണ്. നൗണിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്തത്. അതുപോലെ ഡസ്റ്റഡ് എന്നത് നൗണാണ്. അതിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്തപ്പോൾ അഡ്ജക്റ്റീവ് കിട്ടി കേട്ടോ. ഡസ്റ്റഡ്ലി, വിക്കഡ്, ക്രൂവൽ, ഈവിൾ അല്ലെങ്കിൽ ഇനിക്വിറ്റസ്. വളരെ ഭയങ്കര എന്താ പറയുക, മോറലി റോങ് ആയിട്ടുള്ള, ക്രൂവൽ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഇനിക്വിറ്റസ്. ആളുടെ സ്വഭാവത്തിനാണ് നമ്മൾ ഇനിക്വിറ്റസ് എന്ന് പറയാം. ഈവിൾ, ഇനിക്വിറ്റസ്, ക്രൂവൽ, വിക്കഡ് എന്നൊക്കെയാണ് ഡസ്റ്റഡ്ലി എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. ഓക്കെ. അടുത്തത് ഇൻസെൻസ്. പരിചയമുണ്ടല്ലോ ഇൻസെൻസ്. ഇൻസെൻസ് എന്ന് പറഞ്ഞാൽ സ്മെല്ല് അല്ലേ. നല്ല പെർഫ്യൂം ഇല്ലേ, നല്ല സ്മെല്ലുള്ള പെർഫ്യൂം, സെൻറ്റ് എന്നൊക്കെയാണ് ഇൻസെൻസിൻ്റെ അർത്ഥം. എന്നാൽ അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആങ്കർ ചെയ്യുക, ദേഷ്യപ്പെടുത്തുക, ഒരാളെ ദേഷ്യപ്പെടുത്തുക, ഇൻഫീരിയറേറ്റ് ചെയ്യുക. ഒരാളെ ദേഷ്യപ്പെടുത്തുക അല്ലേ, നമ്മളൊരാളെ ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇറിറ്റേറ്റ് ചെയ്യുക, ഇൻഫീരിയറേറ്റ് അല്ലേ. ഇൻഫ്യൂരിയേറ്റ്, ആംഗ്രി, ദേഷ്യപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. മേക്ക് സമ്മൺ ആംഗ്രി, അതാണ് കേട്ടോ ഇൻസെൻസ് എന്ന വേർബിൻ്റെ അർത്ഥം. ഓർത്തോ, ഇന്ന് വേർബാണ് പഠിക്കുന്നത് നിങ്ങൾ. വേർബാണ് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇത് ആവശ്യമില്ല, ഇത് നൗൺ നമ്മൾ അറിഞ്ഞിരുന്നോട്ടെ, അതുകൊണ്ടാണ് ഇട്ടേക്കുന്നത്. വേർബായിട്ട് ഉപയോഗിക്കും, നൗണായിട്ട് ഉപയോഗിക്കും. സോ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആംഗ്രി ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, ഇൻഫ്യൂരിയേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അടുത്ത പ്രോബ് പരിചയം ഉണ്ടല്ലോ. നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കും. പ്രോബ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം അല്ലേ, ഇൻക്വയറി. വേർബായിട്ട് പറയുമ്പോൾ എക്സാമിൻ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എൻക്വയറി ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോബിനെ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ഓർത്ത് വെച്ചോണം. യെസ് ഹായ് രമ്യ. അത് തന്നെ രമ്യ തന്നെയല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് മറന്നുപോയില്ലല്ലോ എന്ന് ഓർത്തെ. യെസ്, ഹിസ് ഇൻറ്റൻഷൻ വാസ് ടു ബ്ലാക്ക്മെയിൽ ഹിം ആൻഡ് അറ്റാക്ക് ദ മാനേജർ. ദാറ്റ്സ് ഗ്രേറ്റ്. അമർജിത്ത് ഹായ്, വെൽക്കം. ആഫ്റ്റർ ലോക്ക്ഡൗൺ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാസ് ബർജൻഡ് ഇൻ ഇന്ത്യ. യെസ്, wearing mask during this imperative situation is very important. Great Nidhi, great. ഇൻസെൻസ് സ്റ്റിക്ക്, അത് തന്നെ. നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു പറയാം, അഗർബത്തി പോലത്തെ സാധനം അല്ലേ, എനിക്കറിയാം, മനസ്സിലായി. ഇൻസെൻസ് സ്റ്റിക്ക്, അത് തന്നെ. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അക്കോർഡ് എന്ന വാക്ക്. അക്കോർഡ് അറിയാലോ. അക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ട്, ട്രീറ്റി അല്ലെങ്കിൽ അഗ്രിമെൻ്റ് എന്ന അർത്ഥമാണ് അക്കോർഡ്. നൗൺ ആയിട്ട് കേട്ടോ. പക്ഷെ വേർബായിട്ട് വരുമ്പോൾ ഇതിന് രണ്ട് മീനിങ് ഉണ്ട്. കൊടുക്കുക, ഗിവ് ഓർ ഗ്രാൻഡ് എന്നർത്ഥമുണ്ട്. അതുപോലെ കറസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ അഗ്രി ചെയ്യുക എന്നർത്ഥമുണ്ട്. ഓർക്കണേ, വേർബായിട്ട് നൗണായിട്ട് വരുമ്പോൾ പാക്ട്, ട്രീറ്റി, അഗ്രിമെൻ്റ് എന്നാണ്. വേർബായിട്ട് വരുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. ഗിവ് ചെയ്യുക, ഗ്രാൻഡ് ചെയ്യുക, സെയിം മീനിങ് അല്ലേ. അല്ലാതെ കറസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളോട് അഗ്രി ചെയ്യുക അല്ലേ.
അപ്പോൾ ഇത് രണ്ടും എന്ത് മീനിങ് ആണ്? നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ അതേ വേർബ് ഫോർമുലേഷനാണ്. പക്ഷേ ഗിവ് ചെയ്യുക, ഗ്രാൻഡ് ചെയ്യാനും അക്കോർഡ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഒരാൾക്ക് അക്കോർഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. ലെറ്റ്സ് സി. ഇത് നിങ്ങൾ സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത് അമിറ്റി. അമിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അമിറ്റി ഇൻ്റർനാഷണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അല്ല സോറി, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, സോറി, അത് വേറെയാ. അമിറ്റി യൂണിവേഴ്സിറ്റിയോ അങ്ങനെ എങ്ങാണ്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, അമിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നൗണാണ്. അമിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്രണ്ട്ഷിപ്പ്, പീസ്, ഐക്യം എന്നൊക്കെ പറയും, ഹാർമണി. അതിനാണ് നമ്മളെന്ത് പറയാൻ അമിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് സൗഹൃദം, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. എന്താണ് ഹാർമണി, ഒരുമ, അങ്ങനെയൊക്കെ പറയും. അതിനാണ് നമ്മൾ എന്ത് പറയാ അമിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത നോക്കി, പർവെയർ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പർവെയർ ഓഫ് എന്ന് പറയില്ലേ, പർവെയർ ഓഫ് ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ പർവെയർ ഓഫ് എന്താ പറയുക, എന്താ നമ്മൾ പറയാം, ഹെയ്റ്റ് സ്പീച്ച് മാത്രമല്ല, നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതിനെ പറയില്ലേ, കമ്മ്യൂണൽ വയലൻസ് എന്നൊക്കെ പറയില്ലേ. ഈ കമ്മ്യൂണൽ വയലൻസിൻ്റെ ഒക്കെ പർവെയർ എന്ന് പറയും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുന്നയാളെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യം എന്താ പറയുക, അതിനിങ്ങനെ കൊട്ടി ഘോഷിക്കുന്ന ആളെന്നൊക്കെ നമ്മൾ പറയില്ല, മലയാളത്തിൽ പറയില്ല. അതാണ് ഈ പർവെയർ എന്ന വാക്കിൻ്റെ അർത്ഥം. വൺ ഹൂ എന്താണ് സ്പ്രെഡ് ഐഡിയാസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരാളല്ലേ, അതിനെ പർവെയർ എന്ന് പറയും. അത് തന്നെയാണ് മീനിങ് ആയിട്ട് വരുമ്പോൾ ട്രേഡർ അല്ലെങ്കിൽ ഡീലർ, വെൻഡർ അല്ലെങ്കിൽ സെല്ലർ എന്നർത്ഥം. വിൽക്കുന്ന ആളെന്ന് പറയുമ്പോൾ അവർക്ക് സംബഡി ഹു പ്രൊവൈഡ്സ് എ ഐഡിയ, പ്രൊവൈഡർ എന്നൊരർത്ഥം പറയാം, പ്രൊവൈഡർ കേട്ടോ, പ്രൊവൈഡർ ഓഫ് സം ഐഡിയാസ്. ഓർക്കണം, ഈ ഐഡിയാസ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ഐഡിയാസ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ് ഇതിന്, നെഗറ്റീവ് ഐഡിയാസ് ആയിരിക്കും. കമ്മ്യൂണൽ വയലൻസോ അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് അങ്ങനെ നമ്മൾ കൊടുക്കില്ല. അതിനാണ് പർവെയർ എന്ന് പറയാം. ഓർത്തോളാം, ഡീലർ, വെൻഡർ, പ്രൊവൈഡർ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോളാം. അടുത്ത അഡോപ്റ്റ് അറിയാലോ. ഒന്ന് നമുക്കറിയാം, അഡോപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുക അറിയില്ലേ. അഡോപ്റ്റും അഡാപ്റ്റ് രണ്ടാ. അഡാപ്റ്റ് ചെയ്യാന്ന് അക്ലമറ്റൈസ് ചെയ്യാം, ഒരു കാര്യത്തോട് നമ്മൾ അക്ലമറ്റൈസ് ചെയ്യുക എന്നുള്ളത്, അതിനോട് പൊരുത്തപ്പെട്ടു, അതാണ് അർത്ഥം. പക്ഷേ ഇതല്ല, അഡോപ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, യൂസ് ചെയ്യാം. ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യാം, അല്ല ഉപയോഗിക്കുക. അഡോപ്റ്റ് എൻ ഐഡിയ, സംബഡീസ് ഐഡിയ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അഡോപ്റ്റ് എൻ ഐഡിയ, അഡോപ്റ്റ് പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞാൽ ഉപയോഗിക്കുക. പ്രപ്പോസൽ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിക്കാത്ത സെയിം മീനിങ്, അതാണ് അഡോപ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അഡോപ്റ്റ് ചെയ്യുക, ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുക. ഓർ എംബ്രേസ് ചെയ്യുക, ആലിംഗനം ചെയ്യുക എന്ന് പറയില്ലേ ഒരു കാര്യത്തെ, അതായത് വെൽക്കം ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് അഡോപ്റ്റ്. സംതിങ് യു അഡോപ്റ്റ് സംബഡീസ് ഐഡിയ മീൻസ് യു വെൽക്കം സംബഡീസ് ഐഡിയ എന്ന് പറയില്ലേ, അതാണ് അഡോപ്റ്റ് ചെയ്യുക. വെൽക്കം ചെയ്യുക, എംബ്രേസ് ചെയ്യുക, ടേക്ക് ഓൺ ചെയ്യുക, സെയിം ടേക്ക് ഓൺ മീനിങ് ഓർക്കാം കേട്ടോ. അതാണ് അഡോപ്റ്റ്. അഡാപ്റ്റ് ഡിഫറെൻ്റ് ആണ്. അഡാപ്റ്റ് ഇസ് അക്ലമറ്റൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കാര്യത്തോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് അഡാപ്റ്റ്. മറക്കരുത്, അഡാപ്റ്റും അഡോപ്റ്റും എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകുന്നൊരു കാര്യമാണ് അഡാപ്റ്റ് ആൻഡ് അഡോപ്റ്റ്. അഡ്ജസ്റ്റ് ചെയ്യുക, അക്ലമറ്റൈസ് ചെയ്യുക എന്നൊക്കെയാണ് വേർബാണ്. അടുത്ത റിപ്രസീവ് അറിയാലോ. റിപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ സപ്രസ് ചെയ്യണം, ഒരാളെ നമ്മൾ അങ്ങ് എന്താണ് അടിച്ച് താഴ്ത്താതാണ് അല്ലേ. അപ്പോൾ റിപ്രസീവ് ആണെന്ന് പറഞ്ഞാൽ ഒപ്രസീവ് ആണ്, അതോറിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ ഡെസ്പോട്ടിക് ആണ്. വളരെ എന്താ പറയുക, ഞാനാണ് വലിയ ആൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ അവരെ അങ്ങ് അടിച്ച് താഴ്ത്തുന്നില്ലേ, അതിനാണ് നമ്മൾ പറയുക റിപ്രഷൻ എന്ന് പറയുക, നൗൺ. റിപ്രസീവ് വേർബും ഉണ്ട്, റിപ്രസീവ് അഡ്ജക്റ്റീവ് ആണ്, ഒപ്രസീവ്, അതോറിറ്റേറിയൻ, ഡെസ്പോട്ടിക് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അതിൻ്റെ മീനിങ്സ് ഓർത്ത് വെച്ചോളാം. Okay, yes, let me see your sentences. His dastard approach അല്ല ഷമാസെ, dastard noun ആ, evil person എന്നർത്ഥം. dastardly അതാണ് adjective. അപ്പോൾ ഇവിടെ നിനക്ക് തെറ്റിതാണ്, ഹിസ് dastardly approach. അത് വേണ്ട, ഹിസ് ക്രൂവൽ approach എന്ന് പറയില്ല, അതാണ് dastardly approach കേട്ടോ. dastard noun, dastardly adjective. nounൻ്റെ കൂടെ എൽവ ഇട്ട് കൊടുത്താൽ adjective കിട്ടും. dastardly approach to the task brought in many allegations. Great. Retaliation was the intention behind the murder of the ex-policeman. Great. The leader accorded with our opinions. Okay, agreed. Great. Positive Saho Media. Hi. Apex Court is planning a judicial probe regarding corruption case against government. Great. I don't like her dastardly nature. Great. Pigeon is a symbol of amity. Yeah, harmony, peace. You shouldn't become a purveyor of negativity. That's great. Revision and dedication should be in accordance for Allah. In accordance in the good and enna Shamasa with. Revision and dedication should be in accordance with the success, with something. എന്തൊരു കാര്യത്തോട് കൂടെ കറസ്പോണ്ട് ചെയ്യണം എന്നർത്ഥം. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ത് ഇങ്ങനെ കൊടുക്കാം നീ. റിവിഷൻ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ഡെഡിക്കേഷൻ അങ്ങനെ കൊടുക്കുക. ഫോർ എ സക്സസ്ഫുൾ പേഴ്സൺസ്, ഫോർ ദ കംപ്ലീഷൻ ഓഫ് എ സക്സസ്ഫുൾ പേഴ്സൺസ് ടാസ്ക് എന്ന് കൊടുക്കാം കേട്ടോ. ഇൻ അക്കോർഡൻസ് കഴിഞ്ഞാൽ ടു കൊടുക്കരുത്, ഇപ്പോഴും വിത്ത് വേണം, നിർബന്ധം അത്.
DPSP was adopted from Irish Constitution. Great. Indian Constitution adopted many ideas from various nations. Great. He says stamp purveyor. All right. Pablo Escobar is a drug purveyor. All right. We should adopt good behavior from the society. Yes. Hi, Jaren. ജെറിനെ ഞാൻ കഴിഞ്ഞ ദിവസം ജെറിന് ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നും ചോദിക്കല്ലേ എഡിറ്റോറിയൽ. കഴിഞ്ഞ 2 ദിവസം ഞാൻ ഇന്നലെ ഇന്നില്ല, മിനിഞ്ഞാന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പത്തെ ദിവസം ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനുണ്ട് ജെറിൻ. ഹായ്, സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. കംപ്ലീറ്റഡ് ആയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, ലൈകയുണ്ട്, എന്നാലും ഐ എം ഗെറ്റിംഗ് ബെറ്റർ കേട്ടോ. യെസ്. മിസ്റ്റർ സജി ചെറിയാൻസ് റിമാർക്സ് അഗൈൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അല്ല. സോനലെ, ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? റിമാർക്സ് ആണ്, പ്ലൂറൽ അല്ലേ? മിനിസ്റ്റർ സജി ചെറിയാൻ്റെ റിമാർക്സ്, അതാണ് ഇവിടുത്തെ നൗണ്. അപ്പോൾ പ്ലൂറൽ നൗണിന് പ്ലൂറൽ വേർബ് കൊടുക്കണ്ടേ? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ വേണ്ടേ? എഗൻസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് പ്രപ്പോസൽ ഫ്രേസാണ്. സോ റിമാർക്സ് ഇവിടുത്തെ എന്താണ്? സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ ആണ്, വേർബും പ്ലൂറൽ കൊടുക്കുക. അപ്പോൾ വേർ ഇൻസെൻസ്, വേർ ആങ്കേർഡ് നോട്ട് ഓൺലി ദ ഒപ്പോസിഷൻ ബട്ട് ഓൾസോ ദ കോമൺ പീപ്പിൾ. ഗ്രേറ്റ്. അങ്ങേര് റിസൈൻ ചെയ്തല്ലേ ഇന്നലെ എങ്ങാണ്ട്. ഡെസ്പോട്ടിക് റൂൾ ഓഫ് നോർത്ത് കൊറിയ ഇസ് വെരി ഡിസ്കസ്റ്റിംഗ് ഫോർ ഡെമോക്രസി ലവേഴ്സ്. യെസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ് പീപ്പിൾ. നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മൾ ലൈവിൽ വന്നിരുന്നു, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അത് ജൂൺ 18 വിളിച്ചത്. നമുക്ക് ടൈം ഉണ്ടായിരുന്നു, ഇന്ന് സമയം മാറി. ലാസ്റ്റ് ഡേറ്റ് എന്നാ? ജൂൺ 10. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ഇത് പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റ് അല്ല കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 10. പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റ് അല്ല. പിന്നെയും പറയാണ്, ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പിങ്ങിൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ ഡിഗ്രി ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ട എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, 14th ജൂലൈയിലേക്ക് ക്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലാസ് പേർ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ക്ലാസ് നമ്മൾ 14 ജൂലൈയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വൈറൽ ഫീവറായിട്ട് കിടപ്പാണ്. റിജിൻ സാറിന് വയ്യ, പിന്നെ നമ്മുടെ കാവ്യ മിസ്സിന് വയ്യ, പിന്നെ എനിക്കും വയ്യ. ആകപ്പാടെ ഇപ്പോൾ സുബിൻ സാറിന് വയ്യ. പിന്നെ ആകപ്പാടെ ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ റീമ മിസ്സും അമൃത മിസ്സുമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ക്ലാസ് എടുക്കൽ നടക്കില്ല. അപ്പോൾ ക്ലാസ് നമുക്ക് വലിക്കണ്ട. നമ്മൾ 14 തീയതി തുടങ്ങിയിട്ട് സെപ്റ്റംബർ 2 തീയതിക്കുള്ളിൽ നമ്മൾ നിർത്തും. സെപ്റ്റംബർ 2 അല്ല 1 തീയതിക്കുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യും ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ മാസം വരെയും എക്സാം വരിക. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും പ്ലാൻ ചെയ്ത് പഠിക്കണം. 50 ഡേയ്സിൻ്റെ കോഴ്സാണ്, 50 ദിവസം ഉണ്ടാകും കോഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ 3400 രൂപയാണ്. അതിൽ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇ ബുക്കും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കമ്പ്യൂട്ടർ എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾ ഓർക്കുക, GK വേറെ ടൈപ്പാണ് ആൻഡ് കമ്പ്യൂട്ടർ ഉണ്ട് എസെൻഷ്യലായിട്ട്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് വേറെ ടൈപ്പ് കോഴ്സിന് നമ്മൾ ഹൈക്കോർട്ട് പോലെ പഠിച്ച പോലെ പഠിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവർ പഠിച്ചോ, വെരി ഗുഡ്, നല്ല കാര്യമാണ്. അതുകൂടാതെ നമുക്കൊരു മെൻറ്റർഷിപ്പ് വേണമെങ്കിൽ ദിസ് ഇസ് ബെറ്റർ ബെറ്റർ ചാൻസ് ഫോർ യു. ഞങ്ങളുടെ കൂടെ വരിക, ജോയിൻ ചെയ്യുക. വി ക്യാൻ സ്റ്റാർട്ട് ആ കോഴ്സ് കേട്ടോ. 14 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ SSCയുടെ ഇന്നലെ SSCയുടെ ക്യാലണ്ടർ ഒന്ന് അറിഞ്ഞല്ലോ. ഇന്നലെ SSC ക്യാലണ്ടർ ഔട്ടാണ്. അപ്പോൾ SSC ക്യാലണ്ടർ ഇന്നലെ വന്നിട്ടുണ്ട്. ഗ്രീഷ്മ മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാത്തതൊന്ന് നോക്കണം. SSC ക്യാലണ്ടർ അനുസരിച്ച് നമ്മുടെ CGL എക്സാം ഡിസംബറിലുണ്ട്. അതായത് ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ CGL എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അപ്പോൾ CGL, CHSL, MTS, ഡൽഹി പോലീസിന് എല്ലാത്തിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, SSC ക്യാലണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ബേസ് നോൺ ടെക്നിക്കൽ കോഴ്സ് നമ്മൾ ചെയ്യുന്ന ഈ കോഴ്സാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ ജൂനിയർ എഞ്ചിനീയറിനാണെങ്കിൽ പോലും, ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ജൂനിയർ എഞ്ചിനീയർ കോഴ്സ് ആണെങ്കിൽ പോലും, ഏതൊരു ടെക്നിക്കൽ കോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ടെക്നിക്കൽ പാർട്ട്, തിയററ്റിക്കൽ പാർട്ട് നിങ്ങൾ പഠിക്കണം. ബാക്കിയെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അതേ തന്നെയാണ് വരിക, സിമിലർ സാധനം വരുന്നത്. അതുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാൻ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ 1 തീയതി കേട്ടോ. അപ്പോൾ ഇനിയും താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. കാരണം 5 മാസത്തെ കോഴ്സാണ്, ലോങ് കോഴ്സാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. 2400 നിങ്ങൾക്ക് കിട്ടും ഈ കോഴ്സ്. കോഡ് അപ്ലൈ ചെയ്താൽ Y314 മറക്കണ്ട കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതും ഇപ്പം ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് ഒരുപാട് വേക്കൻസി ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് പഠിച്ച് എക്സാം എഴുതി അത്യാവശ്യം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലിസ്റ്റ് കയറും പിള്ളേരെ. കാരണം ഇത്തവണ വേക്കൻസി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തവണ ഫോക്കസ്, ഈ വർഷം നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും വിചാരിച്ചു അല്ലേ CET ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. അപ്പോൾ CET ഇല്ല ഇത്തവണയും കേട്ടോ. SC ക്യാലണ്ടർ വന്നു എന്ന അർത്ഥം എന്താ? CET ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ ഓർത്ത് നോക്കിയേ, കമ്പൈൻഡ് ആ ഒരു എക്സാം ഇല്ല, ഈക്വലൻസ് ആ ടെസ്റ്റ് ഇല്ല, എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ല. അപ്പോൾ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ല. അതിന് പകരം ഇത്തവണ SSC ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇത്തവണ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ CET വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, CET വരില്ല പിള്ളേരെ, ഇത്തവണ SSC ഇങ്ങനെയാണ് വരുന്നത്. കാരണം വേക്കൻസി കൂടുതലാണ്. 70,000 വേക്കൻസിയാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോണം, SSCക്ക് 70,000 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് SCയുടെ കലണ്ടർ വരില്ല. കലണ്ടർ ജൂലൈയിൽ വരാറില്ല.
കാലണ്ടർ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരാറ്. സാധാരണ ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആവും കാലണ്ടർ എടുത്തവണ നേരത്തെ വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി വെച്ച് പഠിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്ത് പറഞ്ഞത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വേർഡ്സ്. മറ്റ് വേർഡ്സുകളിലോട്ട് പോകാൻ നമുക്ക് ഇൻഫ്ലിക്റ്റ്. ഇൻഫ്ലിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളിലോട്ട് ഒരു കാര്യം ഇൻഫ്ലിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമ്പോസ് ചെയ്യുക. അല്ലെ വേർബാണേ. ഇൻഫ്ലിക്ഷൻ എന്ന് നമ്മൾ നൗണിൽ പറയും. നൗൺ ആണെങ്കിൽ ഇൻഫ്ലിക്ഷൻ. അപ്പോൾ ഇൻഫ്ലിക്ഷൻ ആണ് നൗൺ കേട്ടോ. ഇൻഫ്ലിക്റ്റ് ചെയ്യുക മീൻസ് ഇമ്പോസ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ത്രസ്റ്റ് ചെയ്യുക. അതായത് ഒരാളിലോട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുക. അതാണ് ഇൻഫ്ലിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടോ. അതാണ് ഇൻഫ്ലിക്റ്റ് ഡേഞ്ചർ, ഇൻഫ്ലിക്റ്റ് വയലൻസ് എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. ഓർത്ത് വെച്ചോളൂ. പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ച ഒരു കാര്യമാണ്. ഓർത്ത് വെച്ചോളൂ. അടുത്ത ട്രാൻസ്ഗ്രഷൻ. ട്രാൻസ്ഗ്രഷൻ നൗൺ ആണ്. ട്രാൻസ്ഗ്രഷൻ അർത്ഥം ഇത്രേ ഉള്ളൂ. ഒഫൻസ്, ക്രൈം, റോങ്, സിൻ. റോങ് സിൻസ് നിങ്ങൾ പയ്യ വെച്ചു. തെറ്റ് അല്ലെങ്കിൽ പാപം എന്നുള്ളതിലോട്ട് നിങ്ങൾ പോകണ്ട. ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനിങ് സിനിമസ് ആണ് അതൊക്കെ. പക്ഷേ മെയിൻ മീനിങ് ആയിട്ട് നിങ്ങൾ ഇത്ര അർത്ഥം മതി. ഒഫൻസ് അല്ലെ ക്രൈം, നമ്മൾ ചെയ്യുന്ന തെറ്റ് കേട്ടോ. അതിനെയാണ് എന്തോ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയാം. നൗൺ കേട്ടോ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, യാ, ഓൾ റൈറ്റ്. യെസ്, നോക്കട്ടെ. ഡെസ്പോട്ടിക് റൂൾ ഓഫ് നോർക്കോത്തെ പറഞ്ഞത് അതല്ലേ? ഓക്കെ ജെറിൻ, good, thank you so much. Thank you so much. Okay, I believe that our government should adopt an amity towards പാകിസ്ഥാൻ. പാർവതി, ആൻ അമിറ്റി പറയോ? അമിറ്റി എന്ന് പറയുന്നത് യൂണിറ്റി എന്നാണ് അർത്ഥം, പീസ് എന്നാണ് അർത്ഥം, ഹാർമണി എന്നാണ് അർത്ഥം. പക്ഷേ ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ ഒരിക്കലും നമ്മൾ ആൻ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അബ്സ്ട്രാക്ട് നൗൺസ് ആർ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ്. ഓർത്തോണേ, നമ്മൾ എയും ആനും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എയും ആനും ഇട്ട് കൊടുക്കുന്നത് എന്തിനൂടെ? എയും ആൻ്റെ അർത്ഥം എന്താ? രണ്ടും സിംഗുലർ അല്ലേ? വൺ എന്നല്ല ഇതിൻ്റെ മീനിങ്. ഇതിൻ്റെ മീനിങ് എന്താ? വൺ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ സിംഗുലറായ കൗണ്ടബിളായ നൗൺസിൻ്റെ കൂടി ഇട്ട് കൊടുക്കണം. സിംഗുലറായ കൗണ്ടബിളായ നൗൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ അൺകൗണ്ടബിൾ നൗൺസ് പറ്റിയില്ല, കൗണ്ടബിൾ നൗൺസ് അല്ലേ? അപ്പോൾ അമിറ്റ് നമുക്ക് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട് നൗൺസ്. ഓൾ അബ്സ്ട്രാക്ട് നൗൺസ്, മെറ്റീരിയൽ നൗൺസ് ആർ അൺകൗണ്ടബിൾ നൗൺസ്. മെറ്റീരിയൽ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ് എല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസിന് ഒരിക്കലും എയും ആനും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആനും തെറ്റ് കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റാണ് പാർവതിയുടെ സെൻറ്റൻസ് ഒക്കെ. ഓക്കെ, യെസ്. ഇടയ്ക്ക് വന്ന് അല്ലേ? ഇപ്പം തന്നെ പോവല്ലേ പാർവതി? ഓക്കെ ഓക്കെ, യെസ്. All right. Extremists inflicted their ideas to common laymen. Great. Show great. He was inflicted to a transgression. Okay, he was inflicted. അപ്പോൾ somebody inflicted അല്ലേ? Crime അല്ലേ? All right. All right. He inflicted his dastardly behavior in her after inflicted something in her for something to her. For something to, inflicറ്റിൻ്റെ കൂടെ ടു ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഷമാസെ, ഇൻഫ്ലിക്റ്റ് ഡാസ്റ്റർലി ബിഹേവിയർ ടു ഹെർ ആഫ്റ്റർ ദ മാരേജ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഹ്യൂ ആണ്. നമ്മൾ ഒരുപാട് നാൾ മുമ്പ് പഠിച്ചിരുന്നു ഹ്യൂ. ഓർമ്മയുണ്ടോ? ഹ്യൂ 2-3 തവണ അടുപ്പിച്ച് വന്ന വാക്കാണ് ഹ്യൂ. ഹ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം കളർ, ഷെയ്ഡ്, ടോൺ ഒരർത്ഥമുണ്ട്. കളർ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് നമുക്ക് പറയും. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുണ്ട് ഹ്യൂവിന് വേറെ അർത്ഥമുണ്ട്, ടൈപ്പ്. ഇങ്ങനത്തെ രീതി, ഇങ്ങനത്തെ ടൈപ്പാണ്, ഇങ്ങനത്തെ സ്കൈൻഡാണ്, ഇങ്ങനത്തെ സോട്ടാണ്, ഇങ്ങനത്തെ കാറ്റഗറി, അതാണ് ഉദ്ദേശിക്കുന്നത് ഹ്യൂ. അടുത്ത റിഫ്രെയിൻ. റിഫ്രെയിൻ എന്ന വേർബ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇന്നൊന്നും പഠിക്കുന്ന വാക്കല്ല റിഫ്രെയിൻ. റിഫ്രെയിൻ മീൻസ് അബ്സ്റ്റെയിൻ ചെയ്യുക, ഒരു കാര്യത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, നമ്മളതിൽ നിന്ന് മാറിയേക്കാണ്. ഡെസിസ്റ്റ് ചെയ്യുക, റിഫ്രെയിൻ ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം അല്ലേ? ഡെസിസ്റ്റ്, ഹോൾഡ് ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ വിതോൾഡ് ചെയ്യുക, ഇതാണ് റിഫ്രെയിൻ എന്ന വേർബിൻ്റെ അർത്ഥം. ഓക്കെ, റിഫ്രെയിൻ ഓർത്തോണം കേട്ടോ. അടുത്ത വാക്ക് നോക്കിയേ, ഡിസ്എൻചാൻമെൻറ്റ്. ഡിസ്എൻചാൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസില്യൂഷൻമെൻ്റ് ആണ്. അതായത് നമുക്കൊരു താല്പര്യം ഇല്ല, ഇതിനോടൊരു നമുക്ക് അതിനോടൊരു ഇത് പോയി, മനസ്സിലൊരു ഇത് പോയി, ഡിസപ്പോയിൻമെൻ്റ് ആണ്. അതിനോട് നമുക്ക് എന്താ അസംതൃപ്തി പറയില്ലേ, അതിനാണ് നമ്മൾ പറയുക ഡിസ്എൻചാൻമെൻറ്റ്. ഡിസില്യൂഷൻമെൻറ്റ്, ഡിസപ്പോയിൻമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ പറയുക ഡിസ്എൻചാൻമെൻറ്റ്. ഓർത്തോണം കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും എക്സാമിന്. ഈ ഡിസ് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഓർത്തോണേ, ഡിസ്അപ്പോയിൻമെൻറ്റ് ഒക്കെ പറയില്ലേ, നെഗറ്റീവ് ഷെയ്ഡ് വാക്കുകളാണ് കേട്ടോ. ഡിസ് എന്ന പ്രിഫിക്സ് കാണുമ്പോൾ തന്നെ ഓർത്തോളാം, നെഗറ്റീവ് വാക്കുകളാണ്. ഡിസ്ഇല്യൂഷൻമെൻറ്റ്, ഡിസപ്പോയിൻമെൻറ്റ് എല്ലാം നെഗറ്റീവ് ഷെയ്ഡുള്ള വാക്കുകളാണ്. ഓർത്ത് വെച്ചാണ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നോക്കട്ടെ. ഹായ് ശരത്, ഗുഡ് മോർണിംഗ്. ഹി വാസ് ഇൻഫ്ലിക്റ്റഡ് പറഞ്ഞതല്ലേ? അതെ. വാൻഡലൈസേഷൻ of trains due to Agnipath protest was a transgression. Yes, great. The rising trade disagreements between China and India will inflict more sanctions against China. Yes. Serial killers were inflicted by their childhood trauma to this transgressive behavior. Transgressive ആണ്, transgressive അല്ല transgressive. കേട്ടോ രമ്യ? Serial killers were inflicted by the childhood trauma. Okay. To this transgressive, to this criminal behavior. Okay, great.
ഐ ലൈക്ക് ഹെർ ഹെയർ ഡ്യൂ. ഗ്രേറ്റ്. ഇതുപോലത്തെ ഒരു സെൻറ്റൻസ് എങ്ങാണ്ട് ജിപ്പി എന്നാൾ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ. ഓക്കെ, അപ്പോൾ മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റിലോട്ട് പോലെ പിള്ളേരെ. അപ്പം നിങ്ങൾക്കറിയാലോ, വീഡിയോ കാണുന്നവരെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പിള്ളേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ടേ, ലൈക്ക് ചെയ്തേ മറക്കണ്ട കേട്ടോ. സോ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെടും. നിങ്ങൾക്ക് അത് ഉപകാരം ഉണ്ടെങ്കിൽ നോക്കിയാൽ 14 പേരാ ലൈക്ക് ഇട്ടേക്കുന്നത്. ദാറ്റ്സ് സോ സാഡ് അല്ലേ? ഇത്രയും നമ്മൾ എന്താ പറയുക, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സ്, ഇത്രയും ഒരുപാട് വേർഡ്സ് പഠിക്കുന്നു, അതിൻ്റെ മീനിങ്സ് പഠിക്കുമ്പം നിങ്ങളതിൻ്റെ ഉപയോഗമല്ലേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്തത് ക്വാക്മയർ. ഓർമ്മയുണ്ടോ? ക്വാക്മയർ ഒരു വല്ലാത്തൊരു മെസ്സാണ്, വല്ലാത്തൊരു കുളമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ക്വാക്മയർ എന്ന് ലിറ്ററലി നമ്മൾ പറയില്ലേ, കുളമായിട്ട് ചതുപ്പ്, സ്വാമ്പ് അല്ലെ ബോഗ് എന്ന അർത്ഥമുണ്ട്. നമ്മൾ ഈ ക്വാക്മയറൊക്കെ എനിക്ക് തോന്നുന്നു വുതറിംഗ് ഹൈറ്റ്സിലാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ക്വാക്മയർ എന്ന് കാണും. മയർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ചതുപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ക്വാക്മയർ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ഈ ചതുപ്പ് ആൻഡ് ബോഗ്, സ്വാമ്പ് ആൻഡ് ബോഗ് എന്ന അർത്ഥമുണ്ട്. അല്ലാതെ അതിന്റെ മറ്റെന്താ പറയുക മീനിങ് ഇല്ല. മറ്റേ യൂസ് ചെയ്യുന്ന മീനിങ് ഉണ്ട്. മഡിൽ, ഒരു കുളമായ അവസ്ഥ, അല്ലെങ്കിൽ മെസ്. ഓ, ഇതൊരു വല്ലാത്തൊരു കുളമാണല്ലോ. ഐ എം എന്താ പറയുക, ഐ എം ലോക്ക്ഡ് ഇൻ ദിസ് ക്വാക്മയർ. ഓ, ഈ ഒരു ഇതിൽ കയറി ഞാൻ പെട്ട അവസ്ഥയാണ്. ഇന്നൊരു മെസ്സിൽ കയറി, ഈ ഒരു മെസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മെസ്സല്ല കേട്ടോ, മറ്റേ മെസ്സ്. കുളമായൊരു അവസ്ഥയിൽ ഞാൻ പെട്ടുപോയി എന്ന് പറയില്ലേ. ഇങ്ങനെ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ക്വാക്മയർ എന്ന് പറയാം. മഡിൽ, മെസ് എന്നൊക്കെ പറയും. ഓക്കെ, ഓർത്തോളാം. നെക്സ്റ്റ് വൺ ഇസ് ബൈഗോട്രി. ബൈഗോട്രി ശരിക്കും ഞാൻ 1 വേർഡിൽ ഇടേണ്ടതാണ്, പക്ഷെ ഞാൻ ഇട്ടില്ല. ബൈഗോട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ നൗണാണ്, ബൈഗോട്രി നൗണാണ്. ബൈഗോട്ട് എന്ന് പറഞ്ഞ ഒരു പേഴ്സണെ നമ്മൾ പറയാം ബൈഗോട്ട്. ഹീസ് എ ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സന്റെ പേരാട്ടോ, പേഴ്സണെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നൗണാണ്, അതും ബൈഗോട്ട്. ഹീസ് എ ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക എക്സസീവ് ആയിട്ടുള്ള ഒരു പ്രജുഡിസ് ഉണ്ട്, ഒരു ബയസ് ഉണ്ട് അവരവരുടെ ബിലീഫിനോട്, റിലീജിയനോടോ അവരവരുടെ ബിലീഫിനോട്, റിലീജിയസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്കുള്ളൊരു ബിലീഫ് ഉണ്ടല്ലോ, നമ്മുടേതായ ഒരു ബിലീഫ് ഉണ്ടല്ലോ, അതിനോട് വളരെ എക്സസീവ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരാൾ പറഞ്ഞാൽ ആര് പറഞ്ഞാൽ അതിനെ എതിർക്കും, വളരെ അഗ്രസീവായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മൾ ബൈഗോട്ട് എന്ന് പറയും. അപ്പോൾ ബൈഗോട്രി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമുക്ക് എന്താ പറയുക വളരെ എക്സസീവ് ആയിട്ടുള്ളൊരു വയലൻ്റ് ഇതുള്ള ഒരു ഇതുണ്ട്. ആര് പറഞ്ഞാലും അവരെ നമുക്ക് ഒരു മൈൻഡ് ചെയ്ത് അവരെ നമ്മൾ ഭയങ്കരമായിട്ട് എതിർക്കും, വളരെ ക്രിട്ടിസൈസ് ചെയ്യും ത്രൂ അവർ വേർഡ്സ് കേട്ടോ, നോട്ട് ത്രൂ അവർ എന്താണ് വയലൻസ് എന്ന് പറയുമ്പോൾ ആ വയലൻസ് ഉദ്ദേശിക്കുന്നത് നോട്ട് വെർബൽ വയലൻസ് ആണ് കേട്ടോ ഉപയോഗിക്കും. അയാളെ നമ്മൾ ബൈഗോട്ട് എന്ന് വിളിക്കും. ബൈഗോട്രി അതുപോലെ തന്നെ പ്രജുഡിസ്, വളരെ സ്ട്രോങ് പ്രജുഡിസ് അല്ലെങ്കിൽ ബയസ് അല്ലെങ്കിൽ ഇൻടോളറൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ബൈഗോട്രി എന്ന് പറയാം. ഓർത്ത് വെച്ചിട്ടുണ്ടോ? എക്സാമിന് ചോദിക്കാറുണ്ട് ബൈഗോട്രിയൊക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് വളരെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഇതാണെന്ന് ഓർത്ത് വെച്ചോളാം. അടുത്ത കാലസ്നെസ്. കാലസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഈ അഡ്ജക്റ്റീവിൻ്റെ കൂടെ NESS ഇട്ട് കൊടുത്താൽ, എല്ലാത്തിനും ഇല്ല, ചിലതിനൊക്കെ കേട്ടോ, സീരിയസ്നെസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹാപ്പിനെസ്, കൈൻഡ്നെസ് അല്ലേ, ഹെൽപ്ലെസ്നെസ്, NESS ഇടുന്ന വാക്കുകൾ കേട്ടിട്ട്. അപ്പം അഡ്ജക്റ്റീവിൻ്റെ കൂടെ NESS ഇട്ട് കൊടുത്താൽ, ഇത് സഫിക്സ് ആണ്, ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നൗൺ കിട്ടും. കാലസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, കാലസ്നെസ് എന്ന് പറയുന്നത് നൗൺ ആണ്. കാലസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കേട്ടോ. അപ്പം കാലസ്നെസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റിവിറ്റി, ഡിസ്റിഗാർഡ്, ഒരു താല്പര്യമില്ലായ്മ, ഓർ അപ്പതി. അതായത് നമ്മളൊന്ന് ആലോചിച്ചു, ഹിസ് കാലസ് ബിഹേവിയർ ഇസ് ഇറിറ്റേറ്റിംഗ് മീ, എന്നെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും അവൻ്റെ കാലസ് ബിഹേവിയർ എന്ന് വെച്ചാൽ അവൻ്റെ ഒരു ഒരു താല്പര്യമില്ലായ്മ, ഒരു കാര്യത്തോടെ ഒരു താല്പര്യമില്ല. ഇന്നൊരു കാര്യം എന്തൊക്കെ പ്രശ്നം നടന്നാലും നമ്മൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ഒരു വികാരം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അപ്പതി, സിമ്പതി പറയില്ല, ഈ സിമ്പതി, എംപതി, അപ്പതി ഒക്കെ കിട്ടില്ല. ഈ പതി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അത് റൂട്ട് വേർഡ് ആട്ടോ. ഈ പതി എന്ന വാക്ക് ഇസ് എ റൂട്ട് വേർഡ്, ഇതിൻ്റെ അർത്ഥം ഫീലിങ്സ് എന്നാണ്, ഫീലിങ്സ് കേട്ടോ. ഈ ടെലിപ്പതി, എംപതി, സിമ്പതി ഒക്കെ പറയില്ല, ആ പതി. വേറെ പതി ഉണ്ട്, അലോപ്പതി, ഹോമിയോപ്പതി ഇല്ലേ, പതിക്ക് ഗ്രീക്ക് വേർഡാണ്, ഗ്രീക്ക് റൂട്ടാണ്. ഞാനത് റൂട്ട് വേർഡ് ഒരു തവണ പഠിപ്പിച്ചായിരുന്നു, ഗ്രീക്കാ. അതിന് ഫീലിങ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്, അല്ലെ നമ്മുടെ പെയിൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ പെയിൻ മാറ്റുന്ന ഈ പറഞ്ഞ അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ വേദന എന്നൊരർത്ഥത്തിൽ വരുന്നുണ്ട്, 2 രീതിയിലുണ്ട്. അപ്പോൾ ഈ അപ്പതി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഫീലിങ്സ്, പ്രത്യേകിച്ച് ഒരു നിർവികാരത, ദാറ്റ് ഇസ് കാലസ്നെസ്. അപ്പതി, ഡിസ്റിഗാർഡ് അല്ലെങ്കിൽ ഇൻസെൻസിറ്റിവിറ്റി. ഓർത്ത് വെച്ചോ കേട്ടോ. നെഗറ്റീവ് വേർഡാണ്, ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ്. ഓർത്തോണേ, ഇറ്റ്സ് നോട്ട് എ പോസിറ്റീവ് വേർഡ്, നെഗറ്റീവ് വേർഡാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. അടുത്ത അഡ്ഹിയറൻസ്. ഓക്കെ, അഡ്ഹിയറൻസ്. ഓർത്ത് അഡ്ഹിയറൻസ് എന്ന വാക്കിനൂടെ കൊടുക്കേണ്ട അഡ്ഹിയറിൻ്റെ കൂടെ അല്ലെ, അഡ്ഹിയർ എന്ന വേർബിൻ്റെ കൂടെ ആണെങ്കിലും, അഡ്ഹിയറൻസ് എന്ന നൗണിൻ്റെ കൂടെ ആണെങ്കിലും, അഡ്ഹിയർ എന്ന ഇപ്പം നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചാണെങ്കിലും അതിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കും, നമ്മൾ ഉപയോഗിക്കേണ്ട ടു എന്ന പ്രൊപ്പോസിഷനാണ്, അത് ഫിക്സഡ് പ്രൊപ്പോസിഷൻ. ഓർത്തോണം. അഡ്ഹിയറൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കമ്മിറ്റ്മെൻ്റ് ആണ്, കംപ്ലയൻസ് അല്ലെങ്കിൽ ഒബീഡിയൻസ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ പാലിക്കുക, ഒരു കാര്യം പാലിക്കുക, ഒരു എതിർപ്പില്ലാതെ ഒരു കാര്യം പാലിക്കുന്നതിനാണ് അഡ്ഹിയറൻസ് എന്ന് പറയുക.
അഡ്ഹിയറൻറ്റ് അറിയാലോ, അഡ്ജക്റ്റീവ് ആണ്. അഡ്ഹിയർ വേർബ് ആണ്, ഓർത്തണം. അഡ്ഹിയർ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനോടുള്ള ഫിക്സഡ് പ്രിപ്പോസിഷൻ ടു ആണ്, അത് മറക്കണ്ട കേട്ടോ. അഡ്ഹിയർ ശരിക്കും പ്രൊനൗൺസിയേഷൻ അഡറൻസ്, അഡ്ഹിയർ എച്ച് സൈലന്റ് ആണ് കേട്ടോ. അഡറൻസ്, അഡിയർ എന്നാണ് അർത്ഥം. അഡിയർ വേർബ് ആണ് കേട്ടോ. അഡിയർ. അഡറൻറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇതിനോട് ടു ഉപയോഗിക്കാൻ മറക്കണ്ട. അടുത്ത കമൻസ് അറിയാലോ. കമൻസ്, ദ പ്രോഗ്രാം വിൽ കമൻസ് നൗ, അല്ലെങ്കിൽ ദ പ്രോഗ്രാം വിൽ കമൻസ് ഇൻ 5 minutes, 5 മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക, ഇനിഷ്യേറ്റ് ചെയ്യുക, കിക്ക് ഓഫ് ചെയ്യുക. ദാറ്റ് ഈസ് കമൻസ് എന്ന വാക്ക്. വേർബ് ആണ് കമൻസ്മെന്റ് ആണ് നൗൺ കേട്ടോ. കമൻസ്മെന്റ്. കമൻസ്മെന്റ് നൗണ്, കമൻസ് വേർബ്. ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഈ ഡിഫറൻസ് മറക്കരുത്, ഓർത്ത് വെച്ചവർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ സെൻറ്റൻസുകൾ നോക്കട്ടെ. Yes, testimonies reveal that he refrained from transgression. All right, that's great. Good, Parvati. വിട്ടുപോയില്ലേ? ലൈക്ക് ചെയ്യാൻ വിട്ടുപോരുത്. Disenchantment was evident in faces of customers. All right, great. Disappointment അല്ലേ? ഡിക്ഷണറി ബൈ ഹാർട്ട് ചെയ്താൽ പോരുന്നോ? ഡിക്ഷണറി ബൈ ഹാർട്ട് ചെയ്ത് നടക്കോടാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിക്ഷണറി ബൈ ഹാർട്ട് ചെയ്ത് നടക്കുമോ? അങ്ങനെ എന്താണ് നമ്മൾ വേർഡ്സ് പഠിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മൾ എന്തിനാവണം അല്ലേ റെജിനെ? നമ്മൾ എന്തിനാവണം? അത് നടക്കുന്ന കാര്യമില്ല. സോ റിമെമ്പർ, വേർഡ്സ് എന്നോട് പലരും ചോദിക്കണം എങ്ങനെ വേർഡ്സ് പഠിക്കാൻ മിസ്സേ? ഒരു കാര്യം ഓർക്കുക, വേർഡ്സ് പഠിക്കാൻ ഒരു കാര്യമുള്ളൂ. യൂസ് ഇറ്റ് ആസ് സെൻറ്റൻസ്. ആ സെൻറ്റൻസ് നിങ്ങൾ ആരോടെങ്കിലും ഉപയോഗിക്കണം. ഇൻ യുവർ കോൺവെർസേഷൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആണോ ആരോടെങ്കിലും ചുമ്മാ സംസാരിക്കുക. അപ്പോൾ അവർ കേട്ടോ കേട്ടില്ല എന്നൊന്നുമില്ല, ചുമ്മാ കേട്ടോ. ഞാൻ പണ്ട് എൻ്റെ അനിയത്തിമാരെ ഒരുപാട് ശല്യപ്പെടുത്തുമായിരുന്നു. വേർഡ്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇംഗ്ലീഷ് അതും ഇതൊക്കെ പറയും. അപ്പോൾ ഇവർ പറയും നിനക്ക് നാണമില്ലേ, നിനക്ക് മര്യാദയ്ക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്മാർക്ക് മനസ്സിലായതിൻ്റെ ഉപയോഗം, ആൻഡ് ദേ ആർ ഓൾസോ കോൺവേഴ്സിങ് ടു മീൻ ഇംഗ്ലീഷ്. ഇപ്പോൾ അവരും കോൺവേഴ്സ് ചെയ്യും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് ഭയങ്കര എന്താണ് എന്താ പറയുക, ഒരു താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരു താല്പര്യം ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വിലയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെയാണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വേർഡ്സ് ഉപയോഗിക്കുക, വേർഡ്സ് സെൻറ്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യുക. അത് നിങ്ങൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് കോൺവെർസേഷൻ സംസാരിക്കാൻ ആൾ കൂടി ഇല്ലെങ്കിൽ യൂസ് ഇറ്റ് ഇൻ യോർ ടെക്സ്റ്റ് മെസ്സേജസ്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട്, ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യണമല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മംഗ്ലീഷിലല്ല അയക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അത് ഇംഗ്ലീഷിൽ ട്രൈ ചെയ്യാം. അപ്പോൾ പലർക്കും മനസ്സിലാവും. അപ്പോൾ അവർ വീണ്ടും ചോദിക്കും. അപ്പോൾ നിങ്ങളത് ഇംഗ്ലീഷ് തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. മനസ്സിലാവും, വളരെ ഇതായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ പഠിക്കുന്ന വേർഡ്സ് ഒക്കെ, ഇഡിയംസ് ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയംസ് ആണ്. വി ആർ ഓൺ ദ സെയിം ലൈൻ എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെയാടാ എന്ന്, എനിക്കും അങ്ങനെയാടാ. സെയിം പേജ് നമ്മൾ പറയുന്ന സാധനമില്ല, അതേ സാധനം നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തേ. യെസ്, വി ആർ ഓൺ ദ സെയിം പേജ്, അല്ലെ വി ആർ ഓൺ ദ സെയിം ലൈൻ എന്നൊക്കെ ഇട്ട് കൊടുക്കുക. സെയിം മീനിങ് അല്ലേ ഇട്ട് കൊടുത്തേ. അത് നിങ്ങൾക്ക് ലൈഫിൽ വർക്ക് ഔട്ട് ആവും ആൻഡ് യു വിൽ ലേൺ ആസ് വെൽ. അപ്പോൾ അത് ഓർത്തോളൂ കേട്ടോ. യെസ്, ഹിസ് റൂം ഈസ് ലുക്ക് ലൈക്ക് പറയില്ല ചിപ്പി. ഹിസ് റൂം ലുക്സ് ലൈക്ക്, ഒന്നെങ്കിൽ പറയാം ഹിസ് റൂം ഈസ് ലൈക്ക് എ ക്വാക്മയർ. രണ്ട് രീതിയിൽ എഴുതാം. ഹിസ് റൂം ഈസ് ലൈക്ക് എ ക്വാക്മയർ, അല്ലെങ്കിൽ എഴുതാം ഹിസ് റൂം ലുക്സ് ലൈക്ക് എ ക്വാക്മയർ. രണ്ട് രീതിയിൽ എഴുതാം. ഇത് തെറ്റാണ് കേട്ടോ. ഈസം കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് ലുക്സ് ഇടണം കേട്ടോ. മൈ റൂം വാസ് സംടൈംസ് ഇൻ ക്വാക്മയർ സിറ്റുവേഷൻ. മൈ റൂം വാസ് സംടൈംസ് ഇൻ ക്വാക്മയർ സിറ്റുവേഷൻ. വാസ് സംടൈംസ് ഇൻ പറയാം, തെറ്റില്ല. മെസ്സി സിറ്റുവേഷൻ. മൈ പ്ലാൻ ടു ഗോ ടു എ ട്രിപ്പ് വാസ് ക്വാക്മയർ. വാസ് മെസ്. ഓക്കെ, വാസ് മെസ് എന്ന്, വാസ് മെസ് അതിൽ എന്താ പറയുക, കുഴപ്പമില്ല, അങ്ങനെ ഉപയോഗിക്കാം. വാസ് എ ക്വാക്മയർ എന്നിട്ടു ഒരു മെസ്സായിപ്പോയി എന്ന് പറയാം കേട്ടോ. Great. The CM in the center of a quagmire. CM is in the center of a quagmire. Great. അത് കറക്റ്റ് സെൻറ്റൻസ് ആട്ടോ. യെസ്. ഓക്കെ നിമി, ഓൾ റൈറ്റ്. All right. Yes. Vanimi, bye-bye. Bigotry is not a good behavior. Yes. Bigoted decisions of the leader was rejected by the members. All right, that's great. If my mother didn't clean my room frequently, it would be a quagmire. കൊള്ളാടാ, നിനക്ക് നാണമില്ലേ ഷമാസെ? സ്വന്തമായിട്ട് എനിക്ക് ക്ലീൻ ചെയ്തോണം. ഉമ്മയെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കണം, നീ തന്നെ ക്ലീൻ ചെയ്താൽ കേട്ടോ. ഇനി മുതൽ ബി ദ ചേഞ്ച് ദാറ്റ് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. അല്ലേ, നമ്മൾ വേണം ചേഞ്ച് ചെയ്യാൻ. നിന്റെ റൂം നീ വേണം ക്ലീൻ ചെയ്യാൻ, അല്ലേ? ഫ്ലഡ് മെയ്ഡ് ദ ഷോപ്പ് ക്വാക്മയർ. ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഇങ്ങനെ പറയാം കേട്ടോ. ഫ്ലഡ് മെയ്ഡ് ദ ഷോപ്പ് എ ക്വാക്മയർ, ഒരു മെസ്സാക്കി, അങ്ങനെ പറയാം എന്ന് കൊടുക്കാം.
Sri Lanka's present quagmire made a disenchantment towards government among Sri Lankan people. Great. ശ്രീലങ്കയെ പറ്റി എപ്പോഴും സോണിൽ പറയാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സോണിൽ ഒരുപാട് ഇത് ടച്ച് ചെയ്തു എന്ന് തോന്നുന്നു. The SC assistant batch of Adda247 will commence on. കേട്ടോ ചിപ്പി, കമൻസിനോട് ഉപയോഗിക്കേണ്ട ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് ഓൺ കേട്ടോ. ഓൺ, ഫ്രം പറയില്ല. ഓൺ July 14. യെസ്. King command adherence to his people. ശരത്തെ King commands, കിങ്ങിൻ്റെ കൂടെ കമാൻഡ്സ്, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് കൊടുക്കുക കേട്ടോ. എന്താണ്? King commands adherence to his people. Okay. Everyone should strictly adhere to COVID-19 instructions. Great, Sri Lakshmi. His way to home is a quagmire now due to rain. That's great. Nowadays, I'm using these words in text messages with friends. That's great, Sridevi. അത് നന്നായി, അത് സെറ്റ്. അത് ഉപയോഗിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ സെൻറ്റൻസിനോട് പറയും. പാർവതി ബൈ. His room is like a quagmire. Great. Yes. Many drug using people. Okay. Many drug using young people do not realize. That's great. The quagmire which it can lead to എന്ന് പറഞ്ഞ് നിർത്തണം കേട്ടോ. അതായത് അത് നമ്മളെ ലീഡ് ചെയ്യുന്ന ഇതല്ലേ. അപ്പം നീ എഴുതുമ്പോൾ അവസാനിപ്പിക്കും ലീഡ് ടു. ലീഡിനൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻ വേണം കേട്ടോ. ലീഡ് ടു കൊടുക്കണം കേട്ടോ ജിപ്സൺ. അപ്പോൾ ലീഡ് ടു വെച്ച കറക്റ്റ് സെൻറ്റൻസ്. വൺ ഷുഡ് ഓൾവേസ് കീപ്പ് ആണോ? അതെ കീപ്പാണ്. ഷുഡ് അല്ലേ, ശരിയാ. വൺ ഷുഡ് ഓൾവേസ് കീപ്പ് എ സിൻസിയർ അഡിയൻസ് ടു വൺസ് വർക്ക്. ഓൾ റൈറ്റ്, കറക്റ്റ് ആണ്. ഗ്രേറ്റ്. The speech will be commenced soon after the arrival of guest. Great. Okay. ഗ്രേറ്റ് സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾ മേക്ക് ചെയ്യുന്ന സെൻറ്റൻസിൽ മിസ്റ്റേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന മിസ്റ്റേക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. എപ്പോഴും എൻ്റെ ക്ലാസ് കാണാൻ ഇരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും കയ്യിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് ഒരു വാട്സാപ്പിൽ മെസ്സേജ് എങ്കിലും അയക്കുക. അല്ലെങ്കിൽ ബുക്ക് വല്ലതും നോട്ട് ചെയ്യുന്നവർ ബുക്കിൽ നോട്ട് ചെയ്യുക. നിങ്ങൾ മേക്ക് ചെയ്യുന്ന തെറ്റ് നിങ്ങൾ തന്നെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും തിരുത്തും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക്. കാരണം കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ കോമ്പറ്റീഷൻ്റെ അങ്ങേറ്റമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഹെൽത്തി കോമ്പറ്റീഷനിലാണ് പോവുക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ് പിള്ളേരെ. നെക്സ്റ്റ് സെറ്റ്, ലാസ്റ്റ് സെറ്റ് ഇതാണ്. ലിംഗർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ സ്റ്റേ ചെയ്ത് പോകുന്ന ഒരു കാര്യം അല്ലേ. റിമെയിൻ ചെയ്യാണ്, അത് പെർസിസ്റ്റ് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ്. ലിംഗറിങ് അഡ്ജക്റ്റീവ് നമ്മൾ ലിംഗറിങ് എപ്പോഴും പഠിക്കുന്നതാണ്. അപ്പോൾ ലിംഗർ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. ലിംഗർ മീൻസ് സ്റ്റേ, റിമെയിൻ, പെർസിസ്റ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂ. നമ്മൾ ലിംഗർ എന്ന് പറയുമ്പോൾ റിമെയിനിങ്, പെർസിസ്റ്റിംഗ്, കണ്ടിന്യൂവിങ്, കോൺസ്റ്റന്റ് എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ ലിംഗറിങ് എന്ന അഡ്ജക്റ്റീവിൻ്റെ ലിംഗർ എന്ന വേർബ് ഉപയോഗിക്കുമ്പോൾ സ്റ്റേ, റിമെയിൻ, പെർസിസ്റ്റ്, കണ്ടിന്യൂ എന്നാണ് മീനിങ്. ഓർത്തോണം. അടുത്ത വാക്ക് നോക്കിക്കേ. നെക്സ്റ്റ് വേർഡ് ഇസ് മറൗഡ്. മറൗഡ് എന്ന് പറഞ്ഞാൽ വേർബാണേ. മറൗഡ് എന്ന് പറഞ്ഞാൽ പ്ലണ്ടർ. മറൗഡർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ. മറൗഡർ ഒരാളെ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണെ നമ്മൾ പറയുന്നവരാണ് മറൗഡർ കേട്ടോ. മറൗഡിങ് ING ജെറൻ ഫോമിൽ ഉപയോഗിച്ച് നൗണായിട്ടും വരും. മറൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥം തന്നെ പ്ലണ്ടർ. പ്ലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളുടെ അടുത്ത് എന്താ പറയുക, കട്ടോണ്ട് പോകില്ല ഒരു കാര്യം, സ്റ്റീൽ ചെയ്യാണ്. ഒരു ആളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിടിച്ച് കുറച്ച് തന്നെ കട്ടോണ്ട് പോകും. ദാറ്റ് ഈസ് വാട്ട് മറൗഡ് മീൻസ്. പ്ലണ്ടർ, ഫൊറേ അല്ലെങ്കിൽ റെയ്ഡ് ഓർ റാവേജ്. ഒരാൾ നമ്മൾ ഒരു കാര്യം അടിച്ചുകൊണ്ട് പോയിട്ട് അവരെ വല്ലാണ്ട് ഡാമേജ് ചെയ്യും. അവരെ കാര്യം ഇപ്പം നമ്മൾ പറയില്ല. നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടൻ ഓർ ഇംഗ്ലണ്ട്, രണ്ട് പറഞ്ഞാൽ ബ്രിട്ടൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറൗഡഡ് ഇന്ത്യ ആൻഡ് ആഫ്രിക്കയുടെയും കോളനി ആയിരുന്നു കേട്ടോ. ആഫ്രിക്ക അവരുടെ കോളനി ആയിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോളനി ആയിരുന്നു. അവരെ ഒരുപാട് നശിപ്പിച്ച് അവരെ മൊത്തം എടുത്തുകൊണ്ട് പോയി. അതുപോലെ ഇന്ത്യയിൽ നമ്മളെ എന്താ പറയുക, അവന്മാർ ലൂട്ട് ചെയ്തു എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, മറൗഡഡ് പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറൗഡഡ് ഇന്ത്യ എന്ന് പറയാം. ഓക്കെ. പ്ലണ്ടർ, ഫൊറേ, റെയ്ഡ്, റാവേജ്. അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ അത്രമാത്രം ഡാമേജ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് മറൗഡ് എന്ന് പറയാം. ദാറ്റ് ഇസ് മറൗഡ്. ഓർത്ത് വെച്ചോളൂ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വേർഡ് ഫോർ ദ ഡേ. ഇന്നത്തെ വേർഡ് എന്ന് പറയുന്നത് തന്നെയാണ്. ഓർത്ത് വെച്ചോളൂ. ദിസ് ഇസ് ദ വേർഡ് ഫോർ യു. മറൗഡ് മറക്കണ്ട. അടുത്ത വാക്ക് ഈസ് ബെക്കൺ. ബെക്കൺ എപ്പോഴും നമ്മൾ പറയുന്ന വാക്കാണ്. ബെക്കൺ എന്ന വാക്കിൻ്റെ അർത്ഥം വേർബാണ്. ബെക്കണിങ് എന്നൊക്കെ നൗൺ ഫോർമുലേഷൻ ഉണ്ട്, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, ജെറൻഡായിട്ടേ. അപ്പോൾ ബെക്കൺ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇതാണ്, ജസ്റ്റർ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആംഗ്യം കാണിക്കലില്ലേ, അതിനാണ്. ആംഗ്യം മീൻസ് ജസ്റ്റർ. നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിനെ കംപ്ലീറ്റ്ലി ഇതിന് ജസ്റ്റർ പറയില്ലേ. അപ്പോൾ ജസ്റ്റർ ചെയ്യുക മീൻസ് ആംഗ്യം കാണിക്കുക എന്നൊക്കെ പറയില്ലേ. സിഗ്നൽ ചെയ്യുക, വേവ് ചെയ്യുക, ഓർ അതിന് വേറെ അർത്ഥമുണ്ട്, ഇൻവൈറ്റ്. ഇഫ് യു ബെക്കൺ സമ്മൺ മീൻസ് യു ഇൻവൈറ്റ് സമ്മൺ ഓർ യു സമ്മൺ സമ്മൺ. കോൾ ചെയ്യുക. സമ്മൺ മീൻസ് കോൾ ചെയ്യുക കേട്ടോ, വിളിക്കുക. നോട്ട് ബൈ ഫോൺ. സമ്മൺ ഇൻ ദ സെൻസ് വിളിക്കുക, ഒരാളെ വിളിക്കുക. ദാറ്റ് ഇസ് ബെക്കൺ. നമ്മൾ കൈയിട്ട് ഇങ്ങനെ കാണിക്കില്ലേ, അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഒരാളെ വിളിക്കുമല്ലോ, ഇൻവൈറ്റ് ചെയ്യില്ല, വാ വിളിക്കില്ലേ, അത്. സോ ബെക്കൺ എന്ന വാക്ക് ഓർത്ത് വെച്ചോട്ടോ. സോ വേർബാണ്, ഓർത്ത് വെച്ചോളാം. റിമെമ്പർ ദാറ്റ്. ഓക്കെ. Yes. His callousness to his wife's words cost him
a lot. That's great. That's great. ഒരു പ്രശ്നമുണ്ടേ. ഹിസ് കാലസ്നെസ് സിംഗുലർ അല്ലേ, അപ്പൊ കോസ് എന്ന് പറഞ്ഞു. പാസ്റ്റൻസ് ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ, പാസ്റ്റൻസ് ആണ് കറക്റ്റ്. കോസ്റ്റിന്റെ പാസ്റ്റൻസ് കോസ്റ്റ് തന്നെ ഉണ്ടപ്പോൾ കറക്റ്റ്. ഹായ് ആരതി, ഹായ്. എക്സാം ഒക്കെ കഴിഞ്ഞോ? കുഴപ്പമില്ല. ഇത് ചോദിക്കാനാണല്ലോ ഇവ. നോക്കൂ, പൊക്കോ. ഈവനിങ് കാണാം. ബൈ, ടേക്ക് കെയർ, ബൈ. അയ്യോ ശരി, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഗെറ്റിംഗ് ബെറ്റർ, ബൈ. സംടൈംസ് ദേ വിൽ ചെക്ക് ഇൻ ഡിക്ഷണറി ആൻഡ് റിപ്ലൈ. അത് കൊള്ളാം, അവർ റിപ്ലൈ ചെയ്യുന്ന അങ്ങനെയാണല്ലേ, അത് കൊള്ളാം, നല്ല കാര്യം. അപ്പം ശ്രീദേവി പഠിക്കുമല്ലോ, അവരും പഠിക്കും എന്തായാലും, അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ക്ലാസ് ഹാസ് ബീൻ കമൻസ് ബൈ ദ ടീച്ചർ ബിഫോർ ദ സ്റ്റുഡൻസ് റീച്ച്. ഗ്രേറ്റ് സെന്റൻസ് കേട്ടോ. പ്രവി കുറെ നാളല്ലോ കണ്ടിട്ട്. ഹായ് പ്രവി, ഞാനും വന്നിട്ട് കുറേ നാളല്ലേ. പ്രവി ക്ലാസ് ഹാസ് ബീൻ അല്ല, ഹാഡ് ബീൻ ആണ്. കാരണം നോക്കി, ബിഫോർ ദ സ്റ്റുഡൻസ് റീച്ച്ഡ്, കുട്ടികൾ വന്നത് പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതിനു മുമ്പല്ലേ ക്ലാസ് തുടങ്ങി, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ദ ക്ലാസ് ഹാഡ് ബീൻ കമൻസ്ഡ് ബൈ ദ ടീച്ചർ ബിഫോർ ദ സ്റ്റുഡൻസ് റീച്ച്ഡ് കേട്ടോ, അങ്ങനെ കൊടുക്കുക. പാസ്റ്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും നമ്മളൊരു കോംബോ ഉണ്ട്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അതിന് മുമ്പ് നടന്ന, സിമ്പിൾ പാസ്റ്റിന് മുമ്പ് നടന്ന. അപ്പോൾ സ്റ്റുഡൻസ് വന്നതേ പാസ്റ്റ് ടെൻസിലാണ്, അപ്പോൾ ക്ലാസ് തുടങ്ങി അതിന് മുമ്പ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കുക. ഒരു സെക്കൻഡേ. ഓക്കെ, അടുത്തത്. ദ കറപ്ഷൻ ഓഫ് ദ ക്യാപ്റ്റൻ ഇസ് ലിങ്കറിംഗ് ഫോർ മെനി ഇയേഴ്സ് ആൻഡ് ഇസ് റിമൈനിങ് കണ്ടിന്യൂ ആൻഡ് വി ആർ അൺഎബിൾ ടു സ്റ്റോപ്പ് ഇറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. The memories we made together still linger in my heart. That's great. If you want to achieve your goals, you will linger to your preparation. You will continue to your preparation or remain to your. You will linger to your venda. Linger your preparation madi keto. You will linger your preparation madi. To venda jippi keto. Yes, the dacoits marauded the passengers while they are returning to home. All right, great. ഒരു പ്രശ്നമുണ്ടേ. മറൗഡഡ് അല്ലേ, പാസ്റ്റൻസ് അല്ലേ പ്രവി കൊടുത്തേക്കുന്നത്. അപ്പോൾ വൈൽ ദേ ആർ റിട്ടേണിംഗ് അല്ല, വൈൽ ദേ വേർ റിട്ടേണിംഗ് കേട്ടോ, പാസ്റ്റൻസ് കൊടുക്കുക. ദ കോഡ്സ് മറൗഡഡ് ദ പാസ്റ്റേഴ്സ് വൈൽ ദേ വേർ റിട്ടേണിംഗ്, പാസ്റ്റൻസ് ആണ് കേട്ടോ. എവരി വൺ വാസ് സ്റ്റോപ്ഡ് അറ്റ് ദ ബ്രൂട്ടൽ മറൗഡ്. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. അത് മറൗഡ് അല്ല, മറൗഡിങ്. അത് വേർബ് അല്ലേ, മറൗഡ് വേർബ് അല്ലേ, മറൗഡിങ് കൊടുക്കുക. മറൗഡിങ് കൊടുത്തു കേട്ടോ, കൊടുക്കണേ. മറൗഡിങ് കൊടുക്കണേ. ശ്രീലക്ഷ്മി ഇപ്പം ശ്രീലക്ഷ്മി ഉപയോഗിച്ചേക്കുന്ന നൗൺ ഫോമുലേഷൻ, അപ്പോൾ ബ്രൂട്ടൽ മറൗഡിങ് കൊടുക്കുക കേട്ടോ. മുഹമ്മദ് ഗസ്നി marauded Somnath temple in Gujarat. All right. Yes. Portuguese marauded the pepper and other indigenous spices from the Malabar. Yes. Teacher beckoned me for the presentation. Great. Former Kerala politicians plundered the life and achievements of Nambi Nair. All right. Great. All right. Divya lingered in bed post July 1st. Remained alle kolla. Divyaketanallo in the Regente Vani. The class had been started by the teacher before the students reached. Great. Pravi, great. His warm presence lingered even after the meeting. That's great. If there is no emergency, please put out the beacon in ambulances. Ayo, അത് beacon എന്ന noun അല്ല. Beacon is only used as a verb കേട്ടോ. ചിപ്പി ഇവിടെ ഉപയോഗിച്ചത് തെറ്റാ. It's verb കേട്ടോ. സിഗ്നൽ എന്ന രീതിയിലല്ല ഉദ്ദേശിച്ചേക്കുന്നത്. നോ, അത് തെറ്റാ കേട്ടോ. മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ വൊക്കാബുലറി തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ വൊക്കാബ്സ് ഇന്ന് തീർന്നു. ഇതേ ഉള്ളൂ ഇന്നത്തെ വൊക്കാബ്. അപ്പോൾ എന്ത് ചെയ്യാം, വൊക്കാബ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ്. മറ്റുള്ളവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആസ് വെൽ ആസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. താമസിപ്പിക്കുന്നില്ല, ആർട്ടിക്കിളോട്ട് പോകും. സോ ദിസ് ഇസ് ആർട്ടിക്കിൾ ഹെയ്റ്റ് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഇന്നത്തെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ഇത് തന്നെയാണ്, ഹെയ്റ്റ് ക്രൈമും അതിന്റെ പണിഷ്മെന്റിനെ പറ്റിയാണ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ഓക്കെ, നമുക്കത് വായിച്ചു നോക്കാം. സോ there needs to be zero tolerance for violence over hurt sentiments because of hate speech. അതായത് ഹെയ്റ്റ് സ്പീച്ച് കാരണം നമ്മൾ ഒരുപാട് പേരുടെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നേരെയുള്ള വയലൻസ് ഉണ്ടല്ലോ, അത് വയലൻസ് ആണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. വയലൻസ് കാരണമാണല്ലോ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ സീറോ ടോളറൻസ് ആ കൊടുക്കേണ്ടത്. അതിന് ഒരാളെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, അവരെ പരമാവധി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. സോ അതർത്ഥം ഹെയ്റ്റ് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിളാണ്. നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് വളരെ പ്രസക്തമായ ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. പ്രവി സെന്റൻസ് കറക്റ്റ് ആക്കിയില്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹിസ് മെമ്മറീസ് ലിങ്കറിംഗ് ഇൻ മൈ മൈൻഡ് ആഫ്റ്റർ ദ ഡെത്ത്. His memories lingering in my mind അല്ല ശരത്തെ, his memories are lingering. His memories are lingering in my mind കേട്ടോ. Remaining in my mind, staying in my mind കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഹെയ്റ്റ് ക്രൈം ചെയ്താൽ പണിഷ്മെന്റ് കൊടുക്കണം. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. വായിച്ചു നോക്കാം അല്ലേ.
India's laws on freedom and expression are clear about the reasonableness of the right to exercise it, but hate speech directed at communities and intended to fan communal hatred is not clearly defined in the law. However, there are provisions in the law that can be interpreted as allowing for criminalizing offenses that are related to hate speech, in particular those that are likely to incite violence. There have been rightful demands, including from the Law Commission of India, to add specific provisions in the Indian Penal Code to tackle hate speech. It is imperative that the lawmakers work on doing so, especially in the age of, നമുക്ക് വായിച്ചു നോക്കാം, പറഞ്ഞു വന്ന ഇതാണ്, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും വളരെ ക്ലിയർ ആണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വളരെ ക്ലിയർ ആണ് അല്ലേ, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്നും എങ്ങനെ അത് എക്സസൈസ് ചെയ്യാമെന്നും കൃത്യമായിട്ട് പറയുന്നു. അതിൻ്റെ റീസണബിൾനെസ് അതിൻ്റെ ലോജിക്കാലിറ്റി എന്താണെന്ന് കൃത്യമായിട്ടും എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ നിയമങ്ങളിൽ പറയുന്നുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എത്ര ലോജിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഹൗ ടു യൂസ് ഇറ്റ്, ആ റൈറ്റിന് നമുക്ക് എത്ര നന്നായിട്ട് ഉപയോഗിക്കാം എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി അത് ഡിറക്റ്റ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റീസിനെതിരെയുള്ള ഡിറക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു, അത് എന്തിനാ ഉപയോഗിക്കും നമ്മൾ, ദാറ്റ് ഈസ് മെൻ ടു ഫാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊവോക്ക് ചെയ്യാണ്, കമ്മ്യൂണൽ വയലൻസ് പ്രൊവോക്ക് ചെയ്യാണ്, സ്റ്റിറപ്പ് ചെയ്യാണ്, കമ്മ്യൂണൽ ഹേറ്റഡ് പ്രൊവോക്ക് ചെയ്യാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഫാൻ ചെയ്യാണ്. അപ്പോൾ അത് ക്ലിയർലി ലോയിൽ ഡിഫൈൻ ചെയ്തില്ല. ഇറ്റ്സ് നോട്ട് ക്ലിയർലി ഡിഫൈൻ ഇൻ ലോ. അങ്ങനെ ഹെയ്റ്റ് സ്പീച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ മീൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണൽ ഹേറ്റഡ് പരത്തുന്ന ആൾക്കാർക്കുള്ള അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അതിന് ഉള്ള ഒരു ലോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. ഹവർ എന്നിരുന്നാലും പ്രൊവിഷൻസ് ഉണ്ട്, ലോയിൽ അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ്, അതിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അതായത് നമുക്ക് വേണം അതിനെ വ്യാഖ്യാനിക്കാം. ഹൗ ഇതിനെ ക്രിമിനലൈസിങ് ഒഫൻസ് ആയിട്ട് കണ്ടുകൊണ്ട്, ഹെയ്റ്റ് സ്പീച്ചിനെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വയലൻസ് ഇൻസൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ക്രിമിനലൈസ് ചെയ്യുന്നുണ്ട്, നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരുപാട് നാളായിട്ട് റൈറ്റ്ഫുൾ ഡിമാൻഡ്സ് ഉണ്ടായിട്ടുണ്ട്. ലോ കമ്മീഷൻ, ഇന്ത്യയുടെ ലോ കമ്മീഷനിൽ നിന്ന് വരെ ഇങ്ങനത്തെ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രിമിനൽ ഇതിനെതിരെ നമ്മൾ ലോ കണ്ടുപിടിക്കണമെന്നും അത് ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സ്പെസിഫിക് പ്രൊവിഷൻസ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഈ ലോയിൽ, നിയമത്തിൽ, നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫിക് പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ഹെയ്റ്റ് സ്പീച്ച് കൊണ്ടുവരാൻ നമുക്ക് എന്താ അതിന് ശിക്ഷിക്കണം. കാരണം ഇവന്മാർ ഹെയ്റ്റ് സ്പീച്ച് പറയുന്നവർ കൊണ്ടുവരുന്ന നമ്മുടെ ലോയേഴ്സിനെ കൊണ്ടുവരില്ലോ, അവരെ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവരുമ്പോൾ അഡ്വക്കേറ്റ്സ് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനൊരു നിയമം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല എന്നല്ല പറയാം. അപ്പോൾ ലോ കമ്മീഷൻ തന്നെ പറഞ്ഞു ഇന്ത്യൻ പീനൽ കോഡിൽ ഇങ്ങനെ പ്രൊവിഷൻസ് നമ്മൾ ആഡ് ചെയ്യണം, ഇങ്ങനെ കാര്യം നമ്മൾ ആഡ് ചെയ്യണം, ഹെയ്റ്റ് സ്പീച്ച് നമ്മൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ അതേ ഒരു നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കുക എന്നുള്ളത് എന്താ പറയുക, നിയമപരമായിട്ട് അതുണ്ടോ ചോദിച്ചാൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ സാഹചര്യ തെളിവുകൾ മാത്രമല്ല നമുക്ക് എതിരുള്ളൂ, അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ അതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യണമെന്ന് പറയുന്നു. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ, ഓർത്തോളാം. സോ ഇറ്റ് ഈസ് ഇമ്പയറേറ്റീവ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ്, അത് അർജന്റ് ആയൊരു കാര്യമാണ്. ദ ലോ മേക്കേഴ്സ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യണം. യു ഹാവ് ടു വർക്ക് ഓൺ സംതിങ് അല്ലെ, ഇത് നമ്മൾ വർക്ക് ഓൺ ചെയ്യണം അതിന്, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് ഓൺലൈൻ മീഡിയ ആൻഡ് മെസ്സേജിങ്, where hate speech incidents have burgeoned into an even more significant problem. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയയുടെ കാലഘട്ടം, നമുക്കറിയാം ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ പോലും ഇപ്പോൾ ഓൺലൈൻ മീഡിയ വെച്ചിട്ടാണല്ലേ ക്ലാസ് വരെ എടുക്കുന്നത്. അപ്പോൾ മെസ്സേജിങ് ഓൺലൈൻ മീഡിയ ഉള്ളൊരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഹെയ്റ്റ് സ്പീച്ചാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീച്ച് ഇൻസിഡൻസ് നടക്കുവാണ്. ഹെയ്റ്റ് സ്പീച്ച് ഇൻസിഡൻസ് എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ഫ്ലറിഷിങ്, അതങ്ങ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അതിലും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയൊരു സിറ്റുവേഷനാണ്. ഇറ്റ്സ് ഈവൻ മോർ സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലമാണ്. അത് ഓർത്തുള്ളൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോബ്ലമാണ്. സോ അങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറച്ചുകൂടി ടാക്കിൾ ചെയ്യേണ്ട ഒരു മാർഗം കണ്ടുപിടിക്കണം എന്നാണ്. സോ ലെറ്റ്സ് സീ. That said, there is no justification for any form of hate speech to be countered with violence. As the adage goes, sticks and stones may break bones, but words will not. There must be zero tolerance for violence. The incidents in Amravati, Maharashtra, where a chemist, Umesh Kaule, was knifed to death, allegedly by 3 men in retaliation for his sharing a post in support of his former Bharatiya Janata Party BJP spokesperson Nupur Sharma's comments on the prophet was on the same lines as the dastardly murder of a tailor, Kanya Lal, in Udaipur a week ago. In both cases, suspects were incensed by the remarks. നമുക്ക് നോക്കാം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ പിള്ളേരെ, നമ്മൾ എന്ത് പറഞ്ഞാലും ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല അല്ലേ, ഇതിനൊരു നോ ജസ്റ്റിഫിക്കേഷൻ. ഇങ്ങനെയുള്ള ഹെയ്റ്റ് സ്പീച്ചിന് ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല.
കാര്യം വയലൻസ് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു ജസ്റ്റിഫിക്കേഷനുമായിട്ട് ആരും വരേണ്ട കാര്യം അത് വയലൻസ് ആണല്ലോ. അത് ഈ ഹെയ്റ്റ് സ്പീച്ച്, പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഹെയ്റ്റ് സ്പീച്ചിനെ കൗണ്ടർ ചെയ്യാൻ വയലൻസുമായിട്ട് വരാറുണ്ട്. അത് വലിയൊരു പ്രശ്നം. ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞു എന്ന് വിചാരിച്ച് അവനെ കൊല്ലാം, അങ്ങനെ ഒരു കാര്യവുമില്ല. അതിനെതിരെ നമ്മൾ ഒരിക്കലും ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞുകൊണ്ട് അവനെ പണിഷ് ചെയ്യാനോ അധികാരം ഇനി. ഇപ്പം എന്നെ പറ്റി ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, എൻ്റെ കമ്മ്യൂണിറ്റിയെ പറ്റി ഒരാൾ പറഞ്ഞു, അതിനെതിരെ ഞാൻ വടിവാളെടുത്തിട്ട് കത്തിയും വാളും എടുത്തോണ്ട് ചെല്ലാൻ പറ്റുമോ? അയാളെ പോയി കൊന്നുകളയാൻ പറ്റുമോ? ദാറ്റ്സ് റോങ് അല്ലേ? അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും, അങ്ങനെയാണ് ഈ ലോകത്ത് ആൾക്കാരെ കുറയുമല്ലോ, അതല്ലേ പ്രശ്നം. അപ്പോൾ ആസ് അഡജിക്കോ ആസ് എ പ്രോവേർബ് ഗോസ്, പ്രോവേർബ് എന്താ നോക്കിയേ, ഈ പ്രോവേർബ് ഇതാണ്. ഈ നമ്മുടെ ദേവസ്വം ബോർഡിലെ കുട്ടികൾ ക്ലാസ് കാണുവാണെങ്കിൽ ശ്രദ്ധിക്കുക. PSC ദേവസ്വം ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോവേർബ് എന്നൊരു ഇത് തന്നെയുണ്ട് കേട്ടോ. ഈ ഓർക്ക, ഇതാണ് ഈ പ്രോവേർബ്. സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് മേ ബ്രേക്ക് ബോൺസ് ബട്ട് വേർഡ്സ് വിൽ നോട്ട്. അതായത് ഒരിക്കലും മറ്റൊരാളുടെ റിമാർക്ക്, ഒരാളുടെ വേർഡ്സ്, ഒരാളുടെ ഒരാൾ നമുക്കെതിരെ പറയുന്ന എന്തൊരു വേർഡ്സും നമ്മളെ എന്ത് ചെയ്യില്ല, വെർബൽ അസോൾട്ട് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ് അർത്ഥം. സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് മേ ബ്രേക്ക് ബോൺസ് ബട്ട് വേർഡ്സ് വിൽ നോട്ട്. അതായത് വേർഡ്സ് തന്നെ ബാധിക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ, ഓർത്ത് വെച്ചോളാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വയലൻസിന് തന്നെ 0 ടോളറൻസ് കൊടുക്കണം. അത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. അതായത് ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളാം. അമരാവതി മഹാരാഷ്ട്രയിൽ ഒരു കെമിസ്റ്റിനെ കൊന്നു. മഹാരാഷ്ട്രയിൽ അമരാവതി വെച്ചിട്ട് ഒരു കെമിസ്റ്റിനെ കൊന്നു. എന്തിനു വേണ്ടി കൊന്നതെന്ന് അറിയാമോ? അയാൾ ഉമേഷ് കോവൽ എന്ന അയാളുടെ പേര്. അയാളെ എങ്ങനെ കൊന്നതെന്ന് നോക്കിയേ, ഹി വാസ് നൈഫ് ടു ഡെത്ത്. അതായത് അരിഞ്ഞ് എന്നുള്ളത് നമ്മൾ പറയും, കത്തി വെച്ചിട്ടാണ് കൊന്നത്. അപ്പോൾ കുത്തിക്കൊന്നു അല്ലേ ആണ്. അയാളെ എങ്ങനെയാണ് കൊന്നത്? പറയപ്പെടുന്ന 3 ആൾക്കാർ കൊന്നു, 3 പേര് കൊന്നു എന്നാണ്. എന്തിനു വേണ്ടി കൊന്നെന്നറിയോ? അവർ കൊന്നതിന് കാര്യമുണ്ട്, റിറ്റാലിയേഷൻ ആയിരുന്നു, അവരുടെ റിവെഞ്ച് ആയിരുന്നു. എന്തിനാ അവർ റിവെഞ്ച് എടുത്തതെന്ന് നോക്കിയേ, ഒരു പോസ്റ്റ് അയാൾ ഷെയർ ചെയ്തു ഫോർ ഹിസ് ഷെയറിങ്. നോക്കിയ പിള്ളേരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജെറണ്ടിന്റെ മുൻപിൽ എപ്പോഴും എന്താ വരിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവ് വരുള്ളൂ. ഓർമ്മയുണ്ടോ? ജെറണ്ട് ഫോർ ഹിസ് ഷെയറിങ്, ഫോർ ഹിം ഷെയറിങ് അല്ല, ഫോർ ഹിസ് ഷെയറിങ്. അയാൾ ഷെയർ ചെയ്തു ഫോർ ഹിസ് ഷെയറിങ് എ പോസ്റ്റ്. അയാൾ എന്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്? ഒരു ഭാരതീയ ജനതാ പാർട്ടിയിലെ, ഫോർമർ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു സ്പോക്സ് പേഴ്സണായ നുപുർ ശർമ്മേന്റെ കോമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ട് അയാളെ പോയിട്ട് എന്ത് ചെയ്തു? കൊന്നു കേട്ടോ. അതായിരുന്നു കാര്യം. എന്താ വെച്ചാൽ അയാൾ എന്തിനെ പറ്റിയാ പറഞ്ഞ? ആ നുപുർ ശർമ്മ പറഞ്ഞ കോമെന്റ് ആരെ പറ്റിയാ? പ്രോഫറ്റിനെ പറ്റിയാ പറഞ്ഞത്. പ്രോഫറ്റ് നബി, മുഹമ്മദ് നബിയെ പറ്റിയ. അപ്പൊ ഇവരെന്ത് ചെയ്തു? അതിനെതിരെ അപ്പൊ ഈ പറയുന്ന ആള് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആയ നുപുർ ശർമ്മ പറഞ്ഞ കോമെന്റിനെ, അയാൾ പറഞ്ഞ കോമെന്റ് ഫേസ്ബുക്കിലോ അല്ലെ അതെ ഷെയർ ചെയ്തു. FBയിലെ പോസ്റ്റ് എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ആ പോസ്റ്റ് അയാൾ ഷെയർ ചെയ്തപ്പോ ഈ 3 ആൾക്കാർ അയാളെ കൊന്നു. ഏത് ഷെയർ ചെയ്ത്? നമ്മുടെ കെമിസ്റ്റിനെ കൊന്നു, ഉമേഷ് കോവലിനെ കൊന്നു മഹാരാഷ്ട്ര വെച്ചിട്ട്. എന്നാൽ ഇതേ സാധനം തന്നെയാണ് ഇവിടെ നടന്നത്. വേറൊരു കാര്യം നടന്നു നോക്കിയേ, വളരെ ക്രൂവൽ മർഡർ ഓഫ് എ ടൈലർ. ഒരു ടൈലറെ കൊന്നു. ടൈലറുടെ പേര് കൻഹയലാൽ. ഉദയ്പൂരിൽ വെച്ചിട്ട് ഒരു ടൈലറെ കൊന്നിട്ടു. എന്തിനാ ഉദയ്പൂരിലെ കൊന്നത്? ഇതുപോലെ തന്നെയാ, സെയിം ഇത് തന്നെയാ, ഇതുപോലത്തെ ഇൻസിഡന്റാ, ഹെയ്റ്റ് സ്പീച്ച് ഇൻസിഡന്റാ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളിക്കുവാണെങ്കിൽ പിന്നെ എന്താ ഈ പറഞ്ഞ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിന്റെ അല്ലേ? അതാണോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. അപ്പൊ ഈ 2 കേസസിലും സസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they were angered. അവർക്ക് ശരിക്കും പറഞ്ഞാൽ they were infuriated ബൈ ദ റിമാർക്സ്. ഈ 2 ഇവർക്ക് ദേഷ്യം വന്നു. ഇവർ പറഞ്ഞ കോമൻസ് ഞങ്ങളെ ദേഷ്യപ്പെടുത്തി, റിമാർക്സ് ദേഷ്യപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ടുക്ക് ടു വയലൻസ് ആൻഡ് എ കൗണ്ടർ ടു വാട്ട് ദേ പെർസീവ്ഡ് ആസ് ആൻ ഇൻസൾട്ട് ടു ദ റിലിജൻ. ഇവരുടെ റിലിജൻ, ഇവർ പറഞ്ഞ കോമൻസ് ഇവരുടെ റിലിജനോട് ഇൻസൾട്ട് ആയിട്ട് തോന്നി. അങ്ങനത്തെ റിമാർക്സ് ആണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവരുടെ റിമാർക്സ്, അവർ പറഞ്ഞ റിമാർക്സ് ഇവരെ വേദനിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇതിന്റെ ന്യായമായിട്ട് അവർ പറയുന്നത്, ഈ ഇൻസിഡന്റിൽ പറയുന്നത്. The 2 cases are being probed by the National Investigation Agency (NIA). The culprits, those involved in the planning and execution of these murders, must be brought to book and accorded strict punishment for their crimes. Okay, ഇവിടെ നമ്മുടെ ഓദർ പറയുന്നത്, ഓദർ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് ഇതിനെ കാണുന്നതായിട്ട്, ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഇത് രണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ആണ്. ഇത് രണ്ടും ഈ 2 കേസുകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ കൾപ്രിറ്റ്സിനെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇവരെ എന്ത് ചെയ്താലും ഇവിടെ നമ്മൾ കൊലപാതകം, ഹെയ്റ്റ് സ്പീച്ചിന് ഇതിലുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ റിവെഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള നിന്ന ആൾക്കാരെ മസ്റ്റ് ബി ബ്രോട്ട് ടു ബുക്ക്. അവരെ ബ്രോട്ട് ചെയ്യണം. മസ്റ്റ് ബി ബ്രോട്ട് ടു ബുക്ക് ഉണ്ടോ? പാസിവൈസേഷൻ ആണ് കേട്ടോ. മസ്റ്റ് ബി ബ്രോട്ട്. നോക്കിയേ, ബ്രിങ് ടു ബുക്കിന്റെ പാസ്റ്റൻസ് ആണ് ബ്രോട്ട് ടു ബുക്ക് അല്ലെ? പാസീവ് ഫോം മസ്റ്റ് ബി ബ്രോട്ട് ടു ബുക്ക് ആൻഡ് അക്കോർഡഡ് സ്ട്രിക്ട് പണിഷ്മെന്റ് ഫോർ ദ ക്രൈംസ്. അക്കോർഡഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രാൻഡഡ്. അവർക്ക് എന്ത് കൊടുക്കണം? ദാറ്റ് ദേ മസ്റ്റ് ബി ഗിവൺ, ദേ മസ്റ്റ് ബി അക്കോർഡഡ്. ഇവിടെ V3 ഉപയോഗിച്ചത് മസ്റ്റ് ബി ബ്രോട്ട് ആൻഡ് മസ്റ്റ് ബി അക്കോർഡഡ്. അക്കോർഡഡ് എന്ന് പറഞ്ഞാൽ ദേ മസ്റ്റ് ബി ഗിവൺ സ്ട്രിക്ട് പണിഷ്മെന്റ്. അവർക്ക് സ്ട്രിക്ട് പണിഷ്മെന്റ് അവരുടെ ക്രൈംസിന് കൊടുക്കണം എന്നാണ് ഇവിടെ ആർട്ടിക്കിൾ ഓദർ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ അല്ലേ? വായിച്ചു നോക്കാം.
Next, അടുത്ത പാരഗ്രാഫ് നോക്കാം. Even as these hate crimes are investigated, it is imperative on the part of union and state governments to quickly reassure citizens on the need of the communal amity and that the purveyors of the hate speech and those indulging in violence in retaliation will be prosecuted. Justice and application of the rule of law should not be seen to be done but needs to be applied in fair manner without. പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നോട്ടെ, തകൃതിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നോട്ടെ, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ എസെൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പാരറ്റീവ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫ്രം ദ പാർട്ട് ഓഫ് ആര്, നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ്റും എടുക്കുക. ആൻഡ് അതിന് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ക്വിക്ക്ലി റീഅഷ്യൂർ സിറ്റിസൺസ്. കമ്മ്യൂണൽ അമിറ്റി, കമ്മ്യൂണൽ പീസ്, കമ്മ്യൂണൽ ഹാർമണി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സിറ്റിസൺസിൽ റീഅഷ്യൂർ, ഇല്ലെങ്കിൽ പണി വാളും, അങ്ങോട്ട് കൊല ഇങ്ങോട്ട് കുത്ത് കൊല ഒക്കെ ആയ പണിയാവും. അപ്പോൾ അത് മാത്രമല്ല, ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ നീഡ് പറഞ്ഞു കൊടുക്കുക. ആൻഡ് അതർ തിങ് ഇസ് പർവേയേഴ്സ് ഓഫ് ഹെയ്റ്റ് ആൻഡ് സ്പീച്ച്, അവരെന്ത് ചെയ്യണം, ദേ വിൽ ബി പ്രോസിക്യൂട്ടഡ്, അവർ ഉറപ്പായിട്ടും പ്രോസിക്യൂട്ടഡ്. പർവേയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കിയേ, സെല്ലേഴ്സ് ആണ് ഇവരെന്ത് ചെയ്യും, ഹെയ്റ്റ് സ്പീച്ച് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ചില റിലീജിയസ് ആൾക്കാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ ചില റിലീജിയസ് ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്, എല്ലാ റിലീജിയനിലും ഉണ്ട്, ഇങ്ങനെ എന്താ പറയുക, മതത്തിൻ്റെ വിത്ത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. മതം മനുഷ്യനെ മയക്കുന്നൊരു കറുപ്പാണെന്ന് പറയില്ലേ. സോ അതൊന്ന് ഓർത്ത് നോക്കുക. സോ റിലീജിയൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് അത്. നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിത്ത് വാങ്ങി മുളച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിലീജിയനെ തൊട്ടേ റിലീജിയസ് സെന്റിമെന്റ്സിനെ വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ നമ്മൾ എന്ത് കൊടുക്കും, വയലൻസ് എടുക്കും. അവിടെ വയലൻസ് ഇൻ റിറ്റാലിയേഷൻ, നമ്മൾ റിവെഞ്ചിന് വേണ്ടി വയലൻസ് എടുക്കുന്നത് ഇറ്റ്സ് തെറ്റ്, ഇറ്റ്സ് റിയലി തെറ്റ്. അതെന്ത് പറഞ്ഞാലും അത് തെറ്റാണ്. നമുക്ക് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ഒരു കഴിവില്ല. മാത്രമല്ല അത് വെറും ഒരു കാര്യം ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ റിലീജിയൻ എന്ത് പറ്റാനാന്നേ. ഇപ്പം എൻ്റെ റിലീജിയനും എൻ്റെ വീട്ടുകാരെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് എന്നാ പറ്റാനാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അല്ലേ, ഒരാളുടെ വാക്ക് നമ്മളത് അഫക്റ്റ് ചെയ്യില്ല നിങ്ങൾ വിചാരിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയാണ് പലരും വെട്ടും കുത്തുമൊക്കെ ആയിട്ട് പോകുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് ഓതർ പറയുന്നത്. ആൻഡ് അതർ തിങ് ഈസ് ജസ്റ്റിസ്, നീതി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ദ റൂൾ ഓഫ് ലോ. നിയമം എന്ന് പറയുന്നതും നീതി എന്ന് പറയുന്നതും കൃത്യമായിട്ട് only seen to be done. അത് ചെയ്ത് കാണിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ചുമ്മാ പറച്ചിലിന് മാത്രം കാണാം. ഇറ്റ് ഷുഡ് നോട്ട് ഓൺലി ബി സീൻ ടു ബി ഡൺ, പറയുന്നു എന്നുള്ള ചെയ്തിട്ട് പാടില്ല, അതിനെ വളരെ ഫെയർ ആയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഫെയർ ആയിട്ട് അപ്ലൈ ചെയ്യണം വിതൗട്ട് prejudice, ഒരു ബയസും ഇല്ലാതെ, ഒരു മുൻവിധിയോ ഇല്ലാതെ, prejudice ഫോർ ഓർ അഗൻസ്റ്റ് സ്പെസിഫിക് കമ്മ്യൂണിറ്റി, ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കാതെ, ഒരു കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി അങ്ങനെ സ്പെസിഫിക് അല്ല, ഒരാളുടെ കൂടെയും നിൽക്കരുത്, അവർക്കെതിരെ നിൽക്കരുത്. ഈ prejudice ഒന്നുമില്ലാതെ അത് ഈക്വലായിട്ട് ഫെയർ ആയിട്ട് അപ്ലൈ ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് എത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്ന് ഓതർ പറയുന്നു. ദ അതർ തിങ് ഇസ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് നോട്ട് അഡോപ്റ്റ് റിപ്രസീവ് മെഷേഴ്സ് ബൈ യൂസിംഗ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് to inflict collective punishment on communities for individual acts of transgression. Political parties of all hues, but especially those in power, must refrain from fanning communal hatred. The unevenness of government actions has resulted in disenchantment among Muslims. The actions of a few criminals among the community have endangered others. It is unmistakable that the developing quagmire is related to casual bigotry and carelessness of those who were in responsible positions in the BJP. Governments must reorient themselves to the rule of law and to strict നോക്കാം. അപ്പം ഇവിടെ പറയുന്ന കാര്യം നമുക്ക് ഓതർ കൃത്യമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ ഒപ്പീനിയൻ ആണെങ്കിലും ഓതറിൻ്റെ ഒപ്പീനിയൻ ആണെങ്കിലും നിങ്ങൾ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം വെച്ചാൽ അവർ റിപ്രസീവ് ആക്ഷൻ എടുക്കാൻ പാടില്ല. അവർ അതോറിറ്റേറിയൻ ആക്ഷൻ എടുത്തിട്ട് ആൾക്കാരുടെ മേലെ അതോറിറ്റി അടിച്ചെടുക്കാനുള്ള നോക്കരുത്. അത് അങ്ങനെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയെ കൊണ്ടുവന്നിട്ട് ആൾക്കാരിലോട്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. കളക്റ്റീവ് പണിഷ്മെന്റ് ഫോഴ്സ് ചെയ്ത് ചില കമ്മ്യൂണിറ്റി, അത് പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റികൾ മാത്രം കൊടുത്ത് അങ്ങനെ ഒരു ക്രൈമിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാ ടൈപ്പുള്ള ഏതൊരു ടൈപ്പുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും ആയിക്കോട്ടെ, ഏതൊക്കെ രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും എസ്പെഷ്യലി ദോസ് ഇൻ പവർ. അപ്പോൾ എടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ BJP ആണ് കേട്ടോ, BJP തന്നെയാണ് പറയുന്നത്. കാരണം വെച്ചാൽ BJP എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യമാണ്. BJP എന്ത് ചെയ്യണം, ദേ ഹാവ് ടു റിമെയിൻ അവേ ഫ്രം, അവർ മാറി നിൽക്കുക. എവിടെ നിന്നാണ് ഈ കമ്മ്യൂണൽ ഹേറ്റഡ് ഇങ്ങനെ മറ്റുള്ളവരോട് പരത്താതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അവർ കമ്മ്യൂണൽ വയലൻസ് നന്നായിട്ട് വരുന്നുണ്ട്, അത് തെറ്റ് പറയാൻ പറ്റില്ല, അത് എല്ലായിടത്തും എവിഡൻ്റ് ആണ്, അത് പകൽ പോലെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വല്ലാണ്ട് ഇൻസ്റ്റിഗേറ്റ് ആണ്, പ്രൊവോക്ക് ചെയ്യാണ്, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുകയാണ്. കമ്മ്യൂണൽ വയലൻസ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കുത്തി നിറച്ചു കൊടുക്കുകയാണ്. അത് വല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ നിർക്കുക. കാരണം മറ്റു കമ്മ്യൂണിറ്റീസ് ഒക്കെ തമ്മിൽ അടിപിടിയായി ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ അൺഈവൻനെസ്, ഗവൺമെൻറ് അൺഈവൻനെസ് എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഇടയിൽ
നോർത്തിലെ കണ്ട മുസ്ലിംസിനിടയ്ക്ക് വളരെ ഡിസപ്പോയിൻമെൻറ്റ് അവർക്ക്. കാരണം വെച്ചാൽ എന്ത് തെറ്റ് ചെയ്യുന്നു പറഞ്ഞാലും മുസ്ലിംസിനെ അങ്ങ് ശിക്ഷിക്കുകയാണ്. അത് ലിറ്ററലി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ BJP പാർലർ വന്നതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എന്തായാലും അങ്ങനെ പാർലർ ഇരിക്കുമ്പോൾ BJP അത് ചെയ്യാൻ പാടില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓതർ പറയുന്നത്. കൃത്യമായിട്ട് നോക്കിയേ, ചില കമ്മ്യൂണിറ്റിയിലെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മതത്തിനെ മുറിപ്പെടുത്തിയെന്ന്, അത് വ്രണപ്പെടുത്തിയെന്ന്, മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, മറ്റുള്ളവരെ ഇത് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ റിസ്കിലാക്കുവാണ് അല്ലേ, റിസ്ക് അതേഴ്സ്. ചില കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ചെയ്തു എന്ന് വെച്ചാൽ മറ്റ് ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഇങ്ങനെ കറുത്ത രീതിയിൽ കാണുന്നതുകൊണ്ട് അല്ലെ, ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പം മറ്റുള്ളവരെ അത് റിസ്ക് ചെയ്യുന്നത്, അത് വളരെ ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനൊരു മെസ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഇതിനെ ബൈഗോട്ടറി വെച്ച്, നമ്മുടെ കാഷ്വൽ ബൈഗോട്ടറിയും കാലസസും വെച്ചിട്ട് എന്താ പറയുക, ഡിസ്റിഗാർഡ് വെച്ചിട്ടോ അല്ലെ ഒരു അപ്പതി വെച്ചിട്ടോ കണക്കാക്കാൻ പാടില്ല. അപ്പോൾ റെസ്പോൺസിബിൾ പൊസിഷനിലുള്ളവർ എന്താ ചെയ്യേണ്ടത്, അതിനെതിരെ തന്നെ പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ളൊരു കാര്യം വെച്ച് പുലർത്താൻ പാടില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റ്സും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റീഓറിയൻറ്റ് ചെയ്യാം. ഓറിയൻറ്റേഷൻ ഒന്ന് മാറ്റുക, നേരത്തെ നിന്ന് റീഓറിയൻറ്റ് ചെയ്തിട്ടെടുക്കുക, റൂൾ ഓഫ് ലോ കൃത്യമായിട്ട് പാലിക്കുക, എന്നിട്ട് ടു സ്ട്രിക്റ്റ് അഡ്ഹിയറൻസ്, കൃത്യമായിട്ട് ഒബേ ചെയ്യുക. അഡ്ഹിയറൻസ് ആണ് ഒബീഡിയൻസ് അല്ലേ, കൃത്യമായിട്ട് ഒബീഡിയൻസ് പാലിക്കണം. എന്ത് പാലിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ പാലിക്കുക. ആസ് എ സെക്യുലർ ഫാബ്രിക് ഓഫ് ദി കൺട്രി മസ്റ്റ് ബി പ്രിസർവ്ഡ് അറ്റ് ഓൾ കോസ്റ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും സെക്യുലർ റിപ്പബ്ലിക് ആണല്ലേ, അപ്പോൾ സെക്യുലറിസം അത് കീപ്പ് ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ആ ഓതർ പറയുന്നതിന് ഞാൻ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക്കൽ, ഐ വുഡ് സേ ഇറ്റ് ഈസ് ആർഗ്യുമെൻറ്റേറ്റീവ് ആണെന്ന് പറയും. അതുപോലെ തന്നെ ഇത്തവണ സുപ്രീം കോടതിയിൽ വരുമ്പോൾ മിക്കവാറും ഈ ഒരു എസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കമ്മ്യൂണൽ റൈറ്റ് ഒരുപാടുണ്ട്, അതുകൊണ്ട് ക്രിട്ടിക്കലുമാണ്. ക്രിട്ടിക്കൽ ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്. നമുക്ക് നല്ലൊരു വാർണിംഗ് കൂടെ തരുന്നുണ്ട്. മനസ്സിലായോ എന്ന് പറഞ്ഞ പിള്ളേരെ, എല്ലാവർക്കും മനസ്സിലായോ എന്ന് പറയേ. പ്രവി പോയല്ലേ, ബൈ പ്രവി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ സീരിയസ് ആയ ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നോക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഇത് വളരെ ക്ലിയർ ആയിട്ട് എനിക്കൊന്നും, ഞാൻ കുറേ സമയം എടുത്ത് ഇത് വായിച്ചത്, ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാവണം, അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും തംസപ്പ് ഇടാൻ. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റനിലോട്ട് പോകാം, സ്പോട്ട് തര ക്വസ്റ്റനിലോട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ, കാരണം ഇത് അത്ര ക്ലിയർ ആയിട്ടൊരു കാര്യമാണ്. സോ മൂവിങ് ഓൺ. യെസ്, കഴിഞ്ഞ ദിവസത്തെ ആർട്ടിക്കിൾ ഇതായിരുന്നു, ക്വസ്റ്റൻ ഇതായിരുന്നു. However, it again shows that constitutional functionaries never raise above the political thicket എന്നായിരുന്നു. ഓക്കെ, ഇവിടുത്തെ ഒരുപാട് പേര് എനിക്ക് ആൻസർ തന്നു, കുറച്ച് പേര് ആൻസർ തന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8 സ്റ്റുഡൻസ് എനിക്ക് ആൻസർ തന്നു, ബാക്കിയുള്ളവരൊന്നും തന്നില്ല. ലൈവിലുള്ളവരൊക്കെ എന്തെടുക്കുക പിള്ളേരെ, ആൻസർ തരണ്ടേ, കോമന്റ് സെക്ഷനിൽ ആൻസർ തരിക, അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യമല്ലോ. സോ റിമെമ്പർ നോക്കിക്കേ. However, it again shows that, വീണ്ടും ഷോ ചെയ്യുന്നു, constitutional functionaries never raise above the പൊളിറ്റിക്കൽ തിക്കറ്റ്. അല്ല, ഏതാ തെറ്റുണ്ടോ ഇവിടെ? തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറയാമോ, എന്താണ് എറർ എന്നുള്ളത്? മനസ്സിലായോ? ഈ റേസ് എന്ന വാക്ക് നോക്കുക. റേസ് എന്ന വാക്ക് എന്താ? റേസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിറ്റീവ് വെർബ്. റേസ് എന്ന് പറഞ്ഞാൽ ആര് റേസ് ചെയ്തു? ഉയർത്തുക എന്നാണ് അർത്ഥം. ഉയർത്തുക, അതാണ് റേസ് എന്ന വേർബിൻ്റെ അർത്ഥം. പക്ഷെ വേറൊരു വേർബ് ഉണ്ട്, റൈസ്. ഇവിടെ വേണ്ടത് റൈസ് ആണ്. റൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഉയരുകയാണ്. അത് ഉയർത്തുക, ദാറ്റ് ഈസ്, ഇത് ഉയരുക, ഇവിടെ ഉയരുക. പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഉയരരുത്, പൊളിറ്റിക്കൽ തിക്കറ്റിൻ്റെ മുകളിൽ ഉയരരുത് എന്നാണ്. നെവർ റൈസ് അബോ ആണ്, ഇറ്റ്സ് നോട്ട് റൈസ് അബോ. ഇവിടെ റൈസ് എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത് കേട്ടോ. ഇവിടെ റൈസ് ആണ് വേണ്ടത്, റേസ് അല്ല വേണ്ടത്. ഒരു വെർബ് ട്രാൻസിറ്റീവ് വെർബാണ്, ഇത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒബ്ജക്റ്റ് വേണ്ട, ഇതിന് ഒബ്ജക്റ്റ് വേണ്ട. പക്ഷേ ഇതിന് ഒബ്ജക്റ്റ് വേണം, കാരണം ഇത് ട്രാൻസിറ്റീവ് വെർബാണ്, ഇതിന് ഒബ്ജക്റ്റ് വേണം, ഇതിനൊരു ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ആര് റേസ് ചെയ്തു എന്നുള്ള ചോദ്യം വരും, ആര് റേസ് ചെയ്തു, എന്ത് റേസ് ചെയ്തു എന്നുള്ള ചോദ്യം വരും കേട്ടോ. റിമെമ്പർ ദാറ്റ്. മൂവിങ് ഓൺ ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ച പിള്ളേരെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Mackalam's method is stunning when he prospers and deflates when he fails. Sentence നോക്കാം. Mackalam's methods is stunning when he prospers and deflates when he fails. എന്താണ് എറർ നോക്കുക. എനിക്ക് കോമൺ സെക്ഷനിൽ ആൻസർ തരാം കേട്ടോ. ആൻസർ അറിയില്ല എന്നും പറയണം. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്, എല്ലാവരും എനിക്ക് ആൻസർ തരിക. സോ റിമെമ്പർ ദാറ്റ്.
അപ്പോൾ നമ്മൾ 10th മെയിൻസിൻ്റെ ക്ലാസ്സുകൾ ജൂലൈ 18 തുടങ്ങും. 10th മെയിൻ പ്രിലിംസ് എഴുതി ഉറപ്പാണ് മെയിൻസിന് ജയിക്കുന്ന താല്പര്യമുള്ളവർ മെയിൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. മെയിൻസിൽ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഓർക്കാതെ. അപ്പോൾ ലാംഗ്വേജസ് രണ്ടും 10th മെയിൻസിൽ വരുന്നുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങാം നമുക്ക് ജൂലൈ 18 മുതൽ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കോഡ് അറിയാലോ, Y314. ഓക്കെ, തിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തിക്കായിട്ടുള്ള ബുഷില്ലേ, നമ്മുടെ എന്താ പറയുക, ഫോറസ്റ്റ് ഒക്കെ തിക്കായിട്ടുള്ള, വളരെ തിക്കായിട്ടുള്ള വെജിറ്റേഷൻ പറയില്ലേ, അതിനെയാണ് തിക്കറ്റ് എന്ന് പറയാം. കേട്ടോ ശ്രീലക്ഷ്മി? തിക്കറ്റ് എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് വെജിറ്റേഷൻ ബുഷ് എന്നൊക്കെ പറയില്ല, അതിനാണ് പറയാം. ഓക്കെ, ഓൾറൈറ്റ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ലോഞ്ച് ചെയ്യട്ടോ. ഇത് 3rd ബാച്ച് ഇപ്പോൾ റണ്ണിങ്ങിൽ, അത് ഇന്നും കൊണ്ട് മാറും. അടുത്ത ബാച്ച് ഒരു ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം കേട്ടോ. Y314 ആണ് കോഡ്, മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവ്രി വൺ. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട. ഷെയർ ടു ആസ് മെനി ആസ് പോസിബിൾ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും ഷെയർ ചെയ്യാൻ നോക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് അധികം പുറത്തൊന്നും ഇറങ്ങേണ്ട, മഴയാണ് കേട്ടോ. സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.